Thank you, friends, for joining. വലിയ നോമ്പിലൂടെ സഞ്ചരിക്കുന്ന സുറിയാനി സഭയുടെ അംഗങ്ങൾ ഇന്നലെ മശറിയോ ഞായറാഴ്ചയായിരുന്നു. അപ്പം നമ്മൾ അതിന് പ്രത്യേകിച്ച് ലൈവ് ഒന്നും ചെയ്തില്ല. ഈ ഓരോ ഞായറാഴ്ച ഇപ്പോൾ കൊത്തിനെ ഞായറാഴ്ചയായിരുന്നു. അന്ന് വെള്ളം വീഞ്ഞാക്കുന്ന ആ അടയാളത്തെയാണ് അനുസ്മരിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത്. പിന്നീട് ഗർഭോ ഞായറാഴ്ച ഈ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നതും, ഈ മശറിയോ ഞായറാഴ്ച തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്ന അനുസ്മരിക്കുന്നതാണ്. നോമ്പിലെ ഞായറാഴ്ചകളിൽ ആദ്യത്തെ ആഴ്ച വെള്ളം വീഞ്ഞാക്കുന്നതും, പിന്നെ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നതും, പിന്നെ തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നതും, പിന്നെ പുറജാതി സ്ത്രീയുടെ മകൾക്ക് സൗഖ്യം കൊടുക്കുന്നതും, പിന്നെ കൂനിയെ സുഖപ്പെടുത്തുന്നതും, പിന്നെ അന്ധനെ സുഖപ്പെടുത്തുന്നതും, പിന്നെ ഊശാന. അങ്ങനെയാണ് ഈ 50 നോമ്പിലെ ഞായറാഴ്ചകളിലെ വായനകൾ. ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും കഫർനാമിൽ ചെന്നു. അവൻ വീട്ടിൽ ഉണ്ടെന്ന് ശ്രുതിയായി. ഉടനെ വാതുക്ക പോലും ഇടമില്ലാത്തവണ്ണം പലരും വന്നുകൂടി. അവൻ അവരോട് തിരുവചനം പ്രസ്താവിച്ചു. അപ്പോൾ 4 ആൾ ഒരു പക്ഷവാതക്കാരനെ ചുമന്ന് അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. പുരുഷാര നിമിത്തം അവനോട് സമീപിച്ചു കൂടായകയാൽ അവൻ ഇരുന്ന സ്ഥലത്തിന്റെ മേൽപ്പുര പൊളിച്ചു തുറന്ന് പക്ഷവാതക്കാരനെ കിടക്കയോടെ ഇറക്കി വെച്ചു. When they could not come nigh unto him for the press, they uncovered the roof where he was. And when they had broken it up, they let down the bed wherein the sick of the palsy lay. പുരുഷാര നിമിത്തം അവനോട് സമീപിച്ച് കൂടായകയാൽ ഈ ആൾക്കൂട്ടം യേശുവിന്റെ അടുക്കൽ എത്തുന്നതിന് തടസ്സമാണ്. പുരുഷാര നിമിത്തം ഈ രോഗിക്ക് യേശുവിന്റെ അടുക്കൽ എത്താൻ പറ്റില്ല. ഈ പുരുഷാര നിമിത്തം തന്നെയാണ് സക്കായിക്ക് യേശുവിനെ കാണാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഈ ആൾക്കൂട്ടം ആത്മീക മുന്നേറ്റത്തിന് തടസ്സമാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മളിപ്പോഴും ആൾക്കൂട്ടമാണ് നോക്കുന്നത്. എത്ര പേര് ആ കൂടെയുണ്ട്, എത്ര പേരുടെ പിന്തുണയുണ്ട്, എല്ലാവർക്കും ഈ അഭിപ്രായമാണോ? ഇപ്പൊ വ്യത്യസ്തമായ വഴിയിലൂടെയാണ് വിയേഡ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന ഒരു പ്രയോഗമുണ്ട്. വളരെ സാധാരണമല്ലാത്ത അസ്വാഭാവികമായ രീതിയിൽ ഒരുത്തനൊരു മരത്തിന്റെ മുകളിൽ കയറിയിരിക്കുക, വേറൊരാള് പെരപ്പുറത്തൂടെ മുകളിൽ കയറി താഴോട്ട് വരിക. ആരാണ് ഈ പെരപ്പുറത്തൂടെ താഴോട്ട് വരുന്നത്? ഒരു തളർവാദ രോഗിയാണ്, പക്ഷവാതക്കാരൻ. ആരോഗ്യമുള്ള പിള്ളേര് വല്ലതും ആണെങ്കിൽ പിന്നെ പെരപ്പുറത്തൂടെ കയറി വരാം. ഇപ്പൊ പെരപ്പുറത്തുകൂടെ മേൽപ്പുര പൊളിച്ച് താഴോട്ട് വരികയാണ്. നിങ്ങൾ ഓർത്തേ, ഇപ്പൊ ഈ തളർന്ന് കിടക്കുകയാണ്. വളരെ നാളുകളായിട്ട് അവൻ തളർന്ന് കിടക്കുകയാണ്. അവനെ അവിടുന്ന് എടുക്കുക, കിടക്കയോടുകൂടെ എടുക്കുന്നു. കിടക്ക എന്ന് പറഞ്ഞാൽ അവന്റെ ആ പരിസരങ്ങളെ കാണിക്കുന്ന, ചുറ്റുപാടുകളെ, അവന്റെ സാഹചര്യങ്ങളെ, അവനായിരുന്ന അന്തരീക്ഷത്തെ, അവന്റെ പശ്ചാത്തലത്തെ, ആ ഒരു എൻവയോൺമെന്റ് അവനായിരുന്ന, അപ്പൊ ആ എൻവയോൺമെന്റ് ഉൾക്കൊണ്ടുകൊണ്ടാണ് അവനെ ഇങ്ങെടുക്കുന്നത്. യഥാർത്ഥ ശിഷ്യന്മാർ അങ്ങനെ എടുക്കുന്നു. അവന്റെ ജീവിത പരിസരങ്ങളിൽ നിന്ന് അവനെ പറിച്ചു മാറ്റി
അല്ലേ? അപ്പൊ അവൻ ആ കിടന്ന കിടപ്പിൽ ആ കിടക്കയ്ക്കൊരു മണമൊക്കെ ഉണ്ട്, കുറെ കാലമായിട്ട് കിടക്കുന്ന. അപ്പൊ ഇവനെ ഒന്ന് പൊക്കി നല്ലപോലെ ഒന്ന് കുളിപ്പിച്ച് ഇവന്റെ ആ വസ്ത്രവും കിടക്കയും വിരി എല്ലാം കളഞ്ഞിട്ട് ഇവനെ അവിടുന്ന് വ്യത്യസ്തനാക്കി മാറ്റിയെടുത്ത്, അല്ലെ തന്നെ ഇവനെ മാത്രം എടുത്തോണ്ട് പോയാൽ പോരെ, ഈ കിടക്ക എടുക്കേണ്ട കാര്യമില്ല. ഈ കിടക്കയും കൂടെ എടുക്കുക. അവന്റെ ആ പരിസരങ്ങൾ, അവന്റെ പശ്ചാത്തലം, കത്തോലിക്ക സഭയുടെ ഒരു പഠനമുണ്ട്. ഒരാൾ ക്രിസ്തുവിലേക്ക്, ഒരു വ്യക്തിയോ കമ്മ്യൂണിറ്റിയോ വരുന്നെങ്കിൽ അവരുടെ പൈതൃകമോ പാരമ്പര്യമോ അവരുടെ പശ്ചാത്തലമോ അവരുടെ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ രീതികളോ സമ്പ്രദായങ്ങളോ അവരുടെ സംസ്കാരമോ അവരുടെ സാംസ്കാരിക ചിഹ്നങ്ങളോ ഇതൊന്നും ഉപേക്ഷിക്കാൻ നിർബന്ധിക്കേണ്ടതില്ല. അപ്പൊ അതിനൊരു മാതൃക നമ്മൾ ഇവിടെ നോക്കും. ഇവിടെ ഈ കിടക്കയോടെ അവനെ എടുത്തോണ്ട് പോവാ. അവനെ മാത്രമല്ലല്ലോ, അവന്റെ കിടക്ക. സത്യത്തിൽ ഈ കിടക്ക അവന്റെ ഒരു ബലഹീനതയുടെ ഒരു പ്രതീകമാണ്. അങ്ങനെ വേണം നമുക്ക് കാണാം. അതെ, കിടപ്പ്. അപ്പൊ ഈ ശിഷ്യന്മാര്, യേശുവിന്റെ ഫോളോവേഴ്സ് ആയിട്ടുള്ള ആളുകൾ, യേശുവിൽ വിശ്വസിക്കുന്ന ആളുകളാണ് ഇത് ചെയ്യുന്നത്. കാരണം ഇവനെ കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവന്നാൽ സുഖപ്പെടും, ഇവന്റെ വിഷയത്തിന് പരിഹാരം വരും എന്നൊരു ബോധ്യം അവർക്കുണ്ട്. അല്ല, ഇവൻ കർത്താവിനെ ഒന്ന് കാണേണ്ട ആവശ്യമുണ്ട്, നല്ലതാണ് എന്നവർ തീരുമാനിച്ചു, അങ്ങനെ കൊണ്ടുപോകുന്നു. അപ്പൊ അവന്റെ ആ കിടക്കയോട് കൂടെ എടുത്തുകൊണ്ട് പോയി എന്നുള്ളതാണ് വളരെ പ്രസക്തമായ ഒരു കാര്യം. അപ്പോൾ 4 ഒരു പക്ഷവാതക്കാരനെ ചുമന്ന് അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. പക്ഷവാതക്കാരനെ കിടക്കയോടെ ഇറക്കി വെച്ചു. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷവാതക്കാരനോട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ ചില ശാസ്ത്രിമാർ ഇരുന്ന് ഇവനിങ്ങനെ ദൈവദൂഷണം പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവൻ ആർ എന്ന് ഹൃദയത്തിൽ ചിന്തിച്ചുകൊണ്ടിരുന്നു. നേരിട്ട് പറയത്തില്ല, ചില ആളുകൾ ഹൃദയത്തിൽ ചിന്തിക്കത്തേ ഉള്ളൂ. നിങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്ന എന്ത്? പക്ഷവാതക്കാരനോട് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ, എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്ക എന്ന് പറയുന്നതോ, വിച്ച് വൺ ഈസ് ഈസിയർ? എന്നാൽ ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷവാതക്കാരനോട്, but that you may know that the Son of Man has power on earth to forgive sins. ദൈവം ഒരുവനല്ലാതെ മറ്റാർക്കും പാപങ്ങളെ മോചിപ്പാൻ അധികാരമില്ലല്ലോ എന്ന് ചിന്തിച്ചിരിക്കുകയാണ് ശാസ്ത്രിമാർ, ഉള്ളിൽ ചിന്തിക്കുന്നു. അപ്പൊ ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തേണ്ടതിന്. അപ്പൊ എന്താണ് മനുഷ്യപുത്രന് അധികാരമുള്ളത്? പാപങ്ങളെ മോചിപ്പാൻ. ഇപ്പൊ മനുഷ്യർക്കിങ്ങനെ അധികാരം നൽകി
മനുഷ്യർക്ക് ഇങ്ങനെ അധികാരം നൽകിയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി അവൻ പറയാണ്, എന്നാൽ ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രൻ അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷപാതക്കാരനോട് എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ എഴുന്നേറ്റ് കിടക്കയെടുത്ത് എല്ലാവരും കാണുക പുറപ്പെട്ടു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു ചിന്ത, യേശുവിന്റെ ശിഷ്യന്മാർ അവനെ കിടക്കയോടെയാണ് എടുത്തുകൊണ്ട് വന്നത്. ഇനിയിപ്പം ഒരുപക്ഷെ അവൻ സുഖപ്പെട്ടില്ലെങ്കിൽ അവൻ ആ കിടക്ക വീണ്ടും ആവശ്യം വരുമല്ലോ എന്ന് ഓർത്തായിരിക്കും. പക്ഷെ ഇവിടെ നോക്കുക, ഇവിടെ ഇവൻ സുഖപ്പെട്ടു. ഇവൻ സുഖപ്പെട്ടു കഴിഞ്ഞപ്പോൾ യേശുമ്പുരാൻ അവനോട് പറയുകയാണ്, നീ ആ കിടക്ക എടുത്തോണ്ട് പൊക്കൂ. കിടക്ക ഉപേക്ഷിക്കാൻ പറയുന്നില്ല. അപ്പൊ അവന്റെ ആ പശ്ചാത്തലത്തെ, പൈതൃകത്തെ അത് മാറ്റിക്കളയാനല്ല പറയുന്നത്. ഇത് നമുക്കൊരു സൂചനയാണ്. ഒരാള് ക്രിസ്തുവിലേക്ക് വന്നു, അല്ലെ ക്രിസ്തുവിനെ അറിഞ്ഞു എന്ന് പറഞ്ഞ് അവൻ്റെതായ സാംസ്കാരിക ചിഹ്നങ്ങളെ എല്ലാം ഒന്നും പറിച്ചു മാറ്റേണ്ട ആവശ്യമില്ല. കർത്താവ് പറയാണ്, നീ ആ കിടക്കയും കൂടെ എടുത്തോണ്ട് പോക്കോ, നിന്റെ കിടക്കയല്ലേ, നീ ഇത്രയും നാൾ കിടന്ന കിടക്കയല്ലേ, നിന്നെ ഇത്രയും നാൾ വഹിച്ച കിടക്കയല്ലേ, കിടക്ക എടുത്തോണ്ട് പോയിക്കോളൂ. ആ കിടക്ക കത്തിക്കുക, അങ്ങനെയല്ല, നീ ആ കിടക്ക എടുത്തോണ്ട് പോകും. അപ്പൊ മനുഷ്യപുത്രന് അധികാരം നൽകിയിരിക്കുന്നു. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ചിന്ത. മനുഷ്യർക്ക് അധികാരത്തെ നൽകുവാൻ ദൈവം മനുഷ്യനായി. ഇതേ കാര്യം മത്തായി ശ്ലീഹ രേഖപ്പെടുത്തുന്നുണ്ട്. ഈ സെയിം കാര്യം മത്തായി ശ്ലീഹ രേഖപ്പെടുത്തുമ്പോൾ കുറെ കൂടെ വ്യത്യസ്തമായിട്ട, എങ്കിലും ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷപാതക്കാരനോട് എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിൽ പോക എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് വീട്ടിൽ പോയി. പുരുഷാരം അത് കണ്ട് ഭയപ്പെട്ട് മനുഷ്യർക്ക് ഇങ്ങനെയുള്ള അധികാരം കൊടുത്ത ദൈവത്തെ മഹത്വപ്പെടുത്തി. ബട്ട് വെൻ ദ മൾട്ടിറ്റ്യൂഡ് സോ ഇറ്റ് ദേ മാർവൽഡ് and glorified God who has given such power unto men. മനുഷ്യർക്ക് അധികാരം കൊടുത്തു. എന്തധികാരമാണ്? പാപമോചനത്തിനുള്ള അധികാരം. യേശുമ്പുരാൻ പിന്നെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെട്ടിരിക്കും. അപ്പൊ ഇവിടെ കെട്ടിട്ടിരിക്കുന്ന ആരാണ്? മനുഷ്യനാണ്. അപ്പൊ കെട്ടുവാനും അഴിക്കുവാനും ഉള്ള അധികാരം നൽകുന്നു. കെട്ടുവാനും അഴിക്കുവാനുമുള്ള അധികാരം നൽകുന്നു എന്ന് പറയുമ്പോൾ കെട്ടുന്നതും അഴിക്കുന്നതും മനുഷ്യരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ഈ ചുമ്മാ വായിച്ചു പോയിട്ട് കാര്യമില്ല. എന്താണ് അവിടെ പറഞ്ഞതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പൊ കെട്ടുവാനും അഴിക്കുവാനുമുള്ള അധികാരം നിങ്ങൾക്ക് തരുന്നു എന്ന് പറയുമ്പോൾ കെട്ടുന്നതും അഴിക്കുന്നതും ആര് തന്നെയാണ്? മനുഷ്യരാണ്. ദൈവരാജ്യത്തിലേക്കുള്ള വഴി അടയ്ക്കുന്നത് മനുഷ്യരാണ്. ദൈവരാജ്യത്തിലേക്കുള്ള വഴി തുറക്കുന്നതും മനുഷ്യരാണ്. അപ്പൊ മനുഷ്യരുടെ അധികാരത്തെ യഥാർത്ഥത്തിൽ കാണിച്ചു തരികയാണ് കർത്താവ്. നമ്മൾ അങ്ങ് മുകളിൽ എവിടെയോ ഒരു മട്ടുപ്പാവിലിരുന്ന്
ദൈവം ഇതൊക്കെ അഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ചിന്തിക്കുകയാണ്. നോ, ഇത് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു, മനുഷ്യർക്ക് നൽകിയിരിക്കുന്നു. ദൈവം മനുഷ്യനെ സരള ഹൃദയനായി സൃഷ്ടിച്ചു. അവന്റെ സങ്കീർണമായ പ്രശ്നങ്ങളെല്ലാം തന്നെ അവന്റെ സ്വന്തം സൃഷ്ടിയാണ്. അല്ലേ? ബൈബിൾ അങ്ങനെയാ പറയുന്നത്. അപ്പൊ മനുഷ്യൻ സൃഷ്ടിച്ചിട്ടുള്ള പ്രശ്നങ്ങളെ എന്ത് ചെയ്യാണ്? മനുഷ്യൻ അഴിക്കുക. ഈ അടുത്ത ദിവസം കണ്ടായിരുന്നു, കുരുക്കഴിക്കുന്ന മാതാവ് ഏതോ ഒരു പള്ളിയിൽ കുരുക്കഴിക്കുന്ന മാതാവ് ഉണ്ടെന്ന് പറഞ്ഞൊരു പോസ്റ്റർ ഇങ്ങനെ. കുരുക്കഴിക്കുന്ന മനുഷ്യൻ എന്നുള്ളതാണ് ശരിക്കും കൊടുക്കേണ്ടത്. നമ്മളെ സംബന്ധിച്ച് ഇതൊക്കെ ആരെങ്കിലും അഴിക്കണം എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെട്ടിരിക്കും. ഈ അതോറിറ്റി മനുഷ്യന് ദൈവം നൽകിയിരിക്കുന്നതാണ്. അപ്പൊ മനുഷ്യന് ദൈവം നൽകിയിരിക്കുന്ന അതോറിറ്റിയെ തിരിച്ചറിയാതെ ദൈവം വന്നിട്ട് ഇത് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇവിടെയാണ് ദൈവരാജ്യത്തെ സംബന്ധിക്കുന്ന വലിയ വികലമായ ഒരു കാഴ്ചപ്പാട്. ഇന്ന് ഇപ്പൊ നമ്മൾ ടൈറ്റിൽ വെച്ചിരിക്കുന്നത് ന്യൂ ജെറുസലേമിനെ പറ്റിയാണ്. ഞാനിന്ന് പെന്തക്കോസ്തുകാരുടെ ഒരു റൂമിൽ പോയി. ഈ ക്ലബ് ഹൗസ് എന്ന് പറഞ്ഞൊരു പുതിയ ഇടമുണ്ട്. നിങ്ങൾ മിക്കവർക്കും പരിചയമുണ്ട്, ചിലർക്ക് പരിചയമില്ല. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ അവരുടെ ഈ പുതിയൊരിടമാണ് ക്ലബ് ഹൗസ്. നിങ്ങൾ പലർക്കും ക്ലബ് ഹൗസ് ഒക്കെ അറിയാം. ഇനി അറിയാൻ മേലാത്ത ആരെങ്കിലും ഉണ്ട്, അവർക്ക് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ ചർച്ചകൾ. അപ്പൊ പെന്തക്കോസ്തുകാരുടെ ഒരു റൂമിൽ പോയി. അപ്പൊ അവര് മനുഷ്യനെ ദൈവം നരകത്തിലിടും എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. അപ്പൊ മനുഷ്യനെ ദൈവം ശിക്ഷിക്കും, മനുഷ്യനെ ദൈവം കഠിനമായി ശിക്ഷിക്കും. അതെന്തിനാന്ന് ചോദിക്കരുത്. എന്തിനാണ് മനുഷ്യനെ ദൈവം ശിക്ഷിക്കുന്നത്? നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെട്ടിരിക്കും. ഇപ്പൊ സ്വർഗത്തിൽ നിന്ന് വന്ന് കടുംകെട്ടും ഒന്നും ഇടുന്നില്ല. അപ്പൊ മനുഷ്യനെ ശിക്ഷിക്കും. എന്തിനാണെന്ന് ചോദിക്കരുത്, മനുഷ്യനെ ശിക്ഷിക്കണമല്ലോ. അപ്പൊ ഇതാണ് ഈ പെന്തക്കോസ്തുകാരുടെ അണ്ടർസ്റ്റാൻഡിങ്. അവർ ദൈവം വന്ന് മനുഷ്യനെ ശിക്ഷിക്കും. ഇവരേത് തരത്തിൽപ്പെട്ട ദൈവത്തെയാണ് അവതരിപ്പിക്കുന്നത് എനിക്കിതുവരെ മനസ്സിലായില്ല. കാരണം മറ്റാളുകൾക്കില്ലാത്ത ഒരു അട്രാക്ഷൻ ഉള്ള ഒരു ദൈവത്തെ എന്ത് തരത്തിലുള്ള അട്രാക്ഷൻ ആണുള്ളത് ഈ ദൈവത്തിന്റെ വിശേഷത? കഴിഞ്ഞ ദിവസം ഞാൻ വളരെ ദയനീയമായ ഒരു വീഡിയോ കണ്ടു. വളരെ ദയനീയമായ എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമായ ഒരു കൊച്ചുകുട്ടി മരിച്ചുപോയി. പെന്തക്കോസ്തുകാരുടെ IPC ഒരു കൊച്ചുകുട്ടി, 11 വയസ്സ് പ്രായമുള്ള ഒരു ആൺകുട്ടി മരിച്ചു. ആ കുട്ടിയുടെ ശവസംസ്കാരമാണ്, ഫ്യൂണറൽ നടക്കുകയാണ്. ഹൃദയഭേദകമായ ഒരു കാര്യമാണ്. കൊച്ചു കുഞ്ഞുങ്ങൾ മരിച്ചു എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര സങ്കടമാണ്. ആര് മരിച്ചാലും സങ്കടമാണ്. ഇപ്പം ഞങ്ങളുടെ ഒരു പാസ്റ്ററുടെ അപ്പം മരിച്ച് 88 വയസ്സ്. നാളെ ശവസംസ്കാരമാണ്. 88 വയസ്സുണ്ട്, അദ്ദേഹം രോഗിയായി കിടക്കായിരുന്നു. എങ്കിലും അവർക്ക് ദുഃഖമാണ്. മരണം ഇപ്പൊ ഏത് പ്രായത്തിലായാലും ഏത് രൂപത്തിലായാലും ദുഃഖകരമാണ്. പക്ഷെ ചില മരണങ്ങൾ കൂടുതൽ ദുഃഖം ഉളവാക്കുന്നു. അപ്പൊ ഈ 11 വയസ്സുള്ള ഈ കുഞ്ഞ് മരിച്ചപ്പോ ആ കുഞ്ഞിന്റെ ഫ്യൂണറൽ നടക്കുകയാണ്. IPCക്കാരാണ്, പെന്തക്കോസ്തുകാരാണ്. അപ്പൊ ഈ ശവത്തിന്റെ അടുക്കൽ നിന്ന് അപ്പൻ പ്രസംഗിക്കുകയാണ്. അപ്പൊ ആ പ്രസംഗം
തളരാതെ പതറാതെ വിശ്വാസത്തിൽ മടുക്കാതെ പോരാട്ടത്തിൽ മുന്നേറുന്നു എന്നൊക്കെ പറഞ്ഞ ആളുകൾ കമന്റ് അടിച്ച് ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അടിപൊളി, ഉഗ്രൻ, വെരി ഗുഡ്. അപ്പൊ അതിന്റെ ടൈറ്റിലും ഒക്കെ ഗംഭീരമാണ്. അപ്പൊ ഇദ്ദേഹം പറയുന്ന ചില പോയിന്റ്സ് ഉണ്ട്. അപ്പൊ ഞാൻ ആ പോയിന്റുകളെ പറ്റി ആണ് പറയുന്നത്. അപ്പൊ അദ്ദേഹം കുറെ പോയിന്റുകൾ പറയുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ പേര് സിബി, പാസ്റ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം വളരെ വിശദമായിട്ട് അദ്ദേഹത്തിന്റെ സാക്ഷ്യവും ഞാനത് മുഴുവൻ കേട്ടു. അപ്പൊ അതിനകത്ത് അദ്ദേഹം പറയുകയാണ്, ഇദ്ദേഹം ഒരു യാക്കോബായക്കാരനായിരുന്നു. അപ്പൊ 11 വർഷം മുമ്പ് ഇപ്പോൾ മരിച്ച ഈ മകനെ തന്റെ ഭാര്യ പ്രസവിക്കുക. ഗൾഫ് രാജ്യങ്ങളിൽ എവിടെയാണ്. അപ്പം പ്രസവത്തിന് ചില കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഗൾഫ് എന്ന് പറയുമ്പോൾ പേര് നഷ്ടപ്പെട്ട സ്ഥലങ്ങളാണ്. ഏറ്റവും കൂടുതൽ പെന്തക്കോസുകാർ യാക്കോബായക്കാരെ വേട്ടയാടി പിടിച്ച സ്ഥലം ഗൾഫാണ്. ഗൾഫിലാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ആലംബമില്ല, ആശ്രയമില്ല, ബന്ധുക്കളില്ല, മിത്രങ്ങളില്ല, വേരുകളില്ല. അങ്ങനെയാണ്. പരിമിതമായ തോതിൽ യാക്കോബായക്കാരുടെ ഓർത്തഡോക്സുകാരുടെ ഒക്കെ കുർബാനയൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് ഈ രീതിയിലുള്ള ആളെപ്പിടുത്തത്തിന്റെ ഒരു അസ്കിത ഇല്ലാത്തതുകൊണ്ട് അവര് കുർബാനയ്ക്ക് പോകും, കുർബാന കൂടും, പിരിയും എന്നുള്ളതല്ലാതെ നമ്മുടെ ആളുകളെ പിടിച്ചു നിർത്തണമെന്നോ കൂടെ നിർത്തണമെന്നോ കൂട്ടി നിർത്തണമെന്നോ ചേർത്ത് പിടിക്കണമെന്നോ അങ്ങനത്തെ ഒരു ചിന്തയൊന്നുമില്ല, സ്പിരിറ്റ് ഒന്നുമില്ല. വേണം കുർബാനയ്ക്ക് പോകുന്നു, പിരിയുന്നു. പക്ഷെ പെന്തക്കോസുകാർ അങ്ങനെയല്ല. ഇൻഷുറൻസ് പോളിസി എടുപ്പിക്കാൻ വേണ്ടി ഏജന്റുമാർ നടക്കുന്ന പോലെ അവർ നടക്കുക അല്ലേ? അതിനെപ്പറ്റി പത്രോസ്ലിയ പറയുന്നുള്ളൂ, ആരെ വിഴുങ്ങേണ്ടു എന്ന് അറിയാതെ അലറുന്ന സിംഹം പോലെ ഇങ്ങനെ കറങ്ങി നടക്കും. അപ്പൊ അങ്ങനെ ഈ പാവപ്പെട്ട സഹോദരൻ സിബി യാക്കോബായക്കാരനാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ പ്രസവത്തിന് അകത്ത് കയറിയിരിക്കുന്നു. അപ്പൊ ഡോക്ടർമാർ പറഞ്ഞു ഇച്ചിരി കോംപ്ലിക്കേഷൻ ആണെന്ന്. പെന്തക്കോസുകാർ പെട്ടെന്ന് വന്ന് തോളെ കൈയിട്ടു, സഹോദരൻ ഒന്നും പേടിക്കണം, നമ്മൾ പ്രാർത്ഥിച്ച് ശരിയാക്കാം. അങ്ങനെ അദ്ദേഹത്തിന്റെ പേരുടെ ഭാര്യ മരിച്ചു പോകും. ഇതൊക്കെ ഞാൻ ആ സാക്ഷ്യത്തിൽ നിന്ന് കേട്ടോ, അല്ല വേറെ ആരും പറഞ്ഞല്ല. അപ്പൊ അദ്ദേഹം പറയണ ഭാര്യ മരിച്ചു പോകും. അപ്പൊ ഇങ്ങനെ ഇല്ല, നമ്മൾ പിടിച്ചെടുക്കും പ്രാർത്ഥിച്ച്. അങ്ങനെ ഏതായാലും ഡോക്ടർമാർ ചികിത്സിച്ചു. ഈ ലോകത്ത് എത്രയോ ആളുകൾക്ക് പ്രസവത്തോടനുബന്ധിച്ച് കോംപ്ലിക്കേഷൻ ഉണ്ട്. അതെല്ലാവരും മരിച്ചു പോവാണ്. അല്ല, കുറച്ച് ആളുകൾ മരിക്കാറുണ്ട്. കൂടുതൽ ആളുകളെയും വൈദ്യശാസ്ത്രം രക്ഷിച്ചെടുക്കാറുണ്ട്. അങ്ങനെ ആ ഡോക്ടർമാരുടെ ചികിത്സാ നൈപുണ്യം കൊണ്ടോ ഇവരുടെ ദൈവാധീനം കൊണ്ടോ ഏതായാലും ആ സ്ത്രീ രക്ഷപ്പെട്ടു, കൊച്ചിനെ. അതോടെ ഇയാൾ പെന്തക്കോസായി. മനസ്സിലായല്ലോ? നാട്ടിൽ നിന്ന് ഒറ്റപ്പെട്ട ഒരുത്തന്റെ വേപതുവിനെ മുതലാക്കി ചൂഷണം ചെയ്തു. ആ സമയത്ത് അത് എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് അവനെ എന്ത് ചെയ്തു? മതപരിവർത്തനത്തിന് വിധേയപ്പെടുത്തി. മതം മാറ്റി. കൂടുതൽ മെച്ചപ്പെട്ട ക്രിസ്ത്യാനിയാക്കിയെന്നല്ല, മതം മാറ്റി. കാരണം പെന്തക്കോസുകാർ ക്രിസ്ത്യാനികളല്ല. അല്ലേ അല്ല. ഞാനും പെന്തക്കോസുകാർ ക്രിസ്ത്യാനികളാണെന്ന് ചിന്തിച്ചായിരുന്നു. പക്ഷെ അല്ല, പെന്തക്കോസുകാർ ഒരിക്കലും ക്രിസ്ത്യാനിയല്ല. കാരണം ക്രിസ്ത്യാനികൾ ഒരിക്കലും ഒരു ക്രിസ്ത്യാനിയെ പിന്നെ സ്നാനപ്പെടുത്തത്തില്ല. മനസ്സിലായോ? ഇപ്പൊ മുസ്ലിങ്ങൾക്കിടെ പല വിഭാഗങ്ങളുണ്ട്. അവർ ഷഹാദത്ത് കലിമ ചൊല്ലി ഒരുത്തൻ മുസ്ലിം ആയി കഴിഞ്ഞാൽ ആ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് മറ്റേ വിഭാഗത്തിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ വീണ്ടും അങ്ങനെ ആ കലിമ ചൊല്ലിക്കുകയോ പിന്നെ സുന്നത്ത് നടത്തി ഇനി മിച്ചമൊന്നും ഇല്ലെങ്കിൽ എന്നാൽ ഇച്ചിരിയോടെ മുറിച്ചേക്കാം, അങ്ങനെയൊന്നും അവർ ചെയ്തില്ല. അവരുടെ ഇടയിൽ ഭയങ്കര തർക്കമുണ്ട്. ഇപ്പൊ ക്ലബ് ഹൗസിൽ അവർ വലിയ അടി നടത്തിക്കൊണ്ടിരിക്കുക. നമ്മളുമായിട്ടൊരു ഡിബേറ്റ് പറഞ്ഞു കഴിഞ്ഞപ്പോഴൊക്കെ അവരിപ്പോൾ പറയണം ഞങ്ങളുടെ അടി തീർന്നിട്ട് വേണ്ട നിങ്ങളുമായിട്ട് ഡിബേറ്റ് വരാൻ. അപ്പൊ അവരടി നടത്തിക്കൊണ്ടിരിക്കും. ക്രിസ്ത്യാനിറ്റിക്കകത്ത് ഇപ്പൊ കാത്തോലിക്സ് ഉണ്ട്, ഓർത്തഡോക്സ് ഉണ്ട്. ഇപ്പൊ കാത്തോലിസിസത്തെ പറ്റി ഓർത്തഡോക്സിനെ പറ്റി ഞാൻ അത് ഒരിക്കൽ പറഞ്ഞ, കാത്തോലിസിസം ആൻഡ് ഓർത്തഡോക്സ്, ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ ശരീരത്തിൽ. ഇപ്പൊ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ 2 ശ്വാസകോശമുണ്ട്, 2 ലങ്സ് എന്ന് പറഞ്ഞ പോലെ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയിലെ 2 ശ്വാസകോശങ്ങളായിട്ടാണ് ഓർത്തഡോക്സിയും കാത്തോലിസിസവും നിൽക്കുന്നത്. അതിന് വ്യത്യസ്തതകളുണ്ട്, വ്യതിരിക്തതകളുണ്ട്, അതിൻ്റെതായ വ്യക്തിത്വമുണ്ട്. അപ്പോൾ വ്യത്യസ്തതകളുണ്ട്, വ്യക്തിത്വമുണ്ട്.
അപ്പൊ ഇങ്ങനെ നിൽക്കുന്നു. പക്ഷെ അത് ഒരു ബോഡിയാണ്. കാരണം ഒരു കത്തോലിക്കനെ പിടിച്ച് ഓർത്തഡോക്സുകാർ വേറെ മാമോയിസ കൊടുക്കത്തില്ല. ഒരു ഓർത്തഡോക്സുകാരനെ കണ്ട കത്തോലിക്കൻ പിടിച്ച് വേറെ മാമോയിസ കൊടുക്കത്തില്ല. പക്ഷെ പെന്റക്കോസ്തുകാർ കത്തോലിക്കനെ കിട്ടിയാലും ഓർത്തഡോക്സുകാരനെ കിട്ടിയാലും അവൻ മുക്കി മാറ്റുന്നത്. അതാണ് വേറെ മതമാണെന്ന് ഞാൻ പറഞ്ഞു. ദ യൂസ് ബൈബിൾ. പക്ഷെ അവർ ക്രിസ്ത്യൻസ് അല്ല. ക്രിസ്ത്യാനികൾക്ക് കുറെ പ്രത്യേകതകളുണ്ട്. ക്രിസ്ത്യാനികളുടെ പ്രത്യേകത അവർ പെരുന്നാളുകളുള്ള ജനമാണ്, പാരമ്പര്യമുള്ള ജനമാണ്, പൈതൃകമുള്ള ജനമാണ്. അവർക്ക് ലിറ്റർജി ഉണ്ടായിരിക്കും, അല്ലേ? ഇങ്ങനെയുള്ള ചില പ്രത്യേകതകളെല്ലാം ഉണ്ട്. അവർ യുണൈറ്റഡ് ആണ്. എവിടെയാണ്? മാമോദിസായിൽ ഐക്യപ്പെട്ടവരാണ്. അപ്പൊ പെന്തക്കോസ്തുകാർ ഇതൊന്നും അല്ല. ഇപ്പൊ ഏതായാലും ഈ സഹോദരനെ ഇവര് പിടിച്ചു. ഞാനിപ്പോ പറഞ്ഞ ഈ മുമ്പ് ഞാൻ കണ്ട വീഡിയോയിൽ പറയുന്ന ആ സഹോദരനെ ഇവര് പിടിച്ച് സ്നാനപ്പെടുത്തി. ഞാനിപ്പം ആ ഫ്യൂണറില് അദ്ദേഹം നിൽക്കുന്ന ഒരു ചിത്രം കാണിക്കുന്നത്. ഇത് ഈ ചിത്രമാണ്. ഇതാണ് കണ്ടോ? അതായത് നിൽക്കുന്നുണ്ടോ? ഇദ്ദേഹത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കണ്ട വീഡിയോ. അപ്പൊ എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ തോന്നിയ ചില ചിന്തകളാണ്. ഈ കൊച്ചു മോനാണ് മരിച്ചു പോയത്. അപ്പം ഈ കൊച്ചു മോൻ മരിച്ചു കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മതപ്രഭാഷണം നടത്തുന്ന രംഗമാണ് നിങ്ങൾ ഈ കാണുന്നത്. നിങ്ങൾ വേണമെങ്കിൽ ആ വീഡിയോ ഒക്കെ ഒന്ന് പോയി കാണുക. കാണേണ്ട വീഡിയോയാണ്. കാരണം ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അപ്പൊ അദ്ദേഹം പറയുകയാണ്, എൻ്റെ ഭാര്യ അന്ന് ഇങ്ങനെ മരിച്ചു പോകേണ്ടതായിരുന്നു. ഈ ദൈവജനം പ്രാർത്ഥിച്ചിട്ട് ഭാര്യ അങ്ങനെ പെന്തക്കോസ്തുകാരുടെ പ്രാർത്ഥന കൊണ്ടാണ്. അത് പാവം വിശ്വസിച്ചു. അങ്ങനെ അദ്ദേഹം പെന്തക്കോസിൽ ചേർന്നു. നല്ല ആവേശത്തോടെ അന്ന് മുതൽ പെന്തക്കോസിന് വേണ്ടി അങ്ങ് മരിച്ചു കിടന്ന് ഈ യാക്കോബക്കാരൻ. ഞാൻ അദ്ദേഹത്തിൽ എന്നെ തന്നെ കാണുന്നുണ്ട്. ഞാനൊരു യാക്കോബക്കാരനായിരുന്നു. ഞാനും പെന്തക്കോസിൽ പോയി ഇങ്ങനെ ദൈവം അവിടെ എന്തോ മല മറിച്ചുകൊണ്ടിരിക്കുക, നമ്മളും ചെറുതായിട്ട് മറിക്കണം എന്നൊക്കെ പറഞ്ഞ് പോകുന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ 11 വർഷം മുമ്പ് ഏത് ഒരു കുഞ്ഞ് ജനിച്ചപ്പോ പെന്തക്കോസ്തുകാർ അത്ഭുതം ചെയ്തോ ആ കുഞ്ഞിപ്പോൾ മരിച്ചു. മരിച്ചു കഴിയുമ്പോൾ നമ്മളതിനെ അഡ്മിറ്റ് ചെയ്യുക. കാരണം രോഗം, മരണം, അപകടം ഇതൊക്കെ ലോകത്തെല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്നതാണ്. അതിന് പ്രത്യേകിച്ച് ഒരു ഇമ്മ്യൂണിറ്റി ഒരു കമ്മ്യൂണിറ്റിക്കും ഇല്ല. പെന്തക്കോസ്തുകാർക്ക് അങ്ങനെ ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ടെന്നാണ് അവർ പറഞ്ഞു വരുത്തുന്നത്. കാരണം ഞങ്ങൾ ദൈവത്തിന്റെ ജനമാണ്, സോ ഞങ്ങൾക്ക് പ്രത്യേക പരിരക്ഷയുണ്ട്. ഒരു പരിരക്ഷയില്ല. നോ ഡിഫറൻസ്. ഞങ്ങൾ സമ്മതിക്കില്ല. കാരണം ഞങ്ങൾ ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. ഞങ്ങൾക്ക് പ്രത്യേകമായ ഒരു സംരക്ഷണമുണ്ട്. ഇത് ഇവരിങ്ങനെ നിരന്തരം ക്ലെയിം ചെയ്യുകയാണ്. അതുകൊണ്ട് വൈക്ലഭ്യം, ജാള്യത പെന്തക്കോസ്തുകാരുടെ കൂടെ എപ്പോഴും ഉണ്ട്. കാരണം അവർക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ പുറത്ത് പറയാൻ നാണക്കേട്. വേറൊരു കൂട്ടർക്കും അസുഖം വന്നാൽ പുറത്ത് പറയാൻ നാണക്കേടില്ല. ഈ പെന്തക്കോസ്തുകാർക്ക് നാണക്കേട്. കാരണം ദൈവം കൈവിട്ടു എന്നൊരു സൂചനയാണ്. ജീവിതത്തിലെ കുറവാണെന്നൊരു സൂചന. മനസ്സിലായോ? ഒരു പെന്തക്കോസ്തുകാരന് അസുഖം വരുമ്പം ഈ അസുഖത്തിന്റെ കാഠിന്യമോ ചികിത്സയ്ക്കുണ്ടാകുന്ന ചിലവുകളോ ചികിത്സാ സമയത്ത് വരുന്ന സമയങ്ങൾ കൂടെ നിൽക്കാൻ ആൾ വേണം, അങ്ങനത്തെ പ്രായോഗിക അതൊന്നും അല്ല അവനെ ഉത്കണ്ഠപ്പെടുത്തുന്നത്. ഒരു പെന്തക്കോസ്തുകാരന് അസുഖം വന്നാൽ അവനെ ആദ്യം ഭാരപ്പെടുത്തുന്നത് സഹവിശ്വാസികളുടെ കമന്റ്സ് ആണ് പേടിപ്പിക്കുന്നത്. മനസ്സിലായോ? പെന്തക്കോസ്തുകാരനെ കേൾക്കുന്നുണ്ടെങ്കിൽ എന്നെ ഇപ്പൊ പെന്തക്കോസ്തുകാര് ഒളിച്ചിരുന്നൊക്കെ കേൾക്കുന്നുണ്ട്. നിങ്ങൾ ചിന്തിക്കുക, ശരിയല്ലേ? ഒരു പെന്തക്കോസ്തു വിശ്വാസിക്ക് അല്ല ഒരു പാസ്റ്റർക്ക് ഒരു അസുഖം വരിക എന്ന് പറഞ്ഞാൽ അവനെ ഏറ്റവും ഭീതിപ്പെടുത്തുന്നത് മരണകരമായ രോഗമാണ്. ഇനി മരിച്ചു പോകുന്നുള്ള പേടിയേക്കാളും അവനെ പേടി സഹവിശ്വാസികൾ എന്തു പറയും. അടുത്തത്, അയൽപക്കത്തുള്ള മറ്റു മതക്കാർ എന്ത് ചിന്തിക്കും, മറ്റു വിശ്വാസികൾ എന്ത് ചിന്തിക്കും. ഒരു ജാള്യതയാണ്. കാരണം ഇവനെ ദൈവം കൈവിട്ടോ,
ഇവൻ ഈ ദൈവത്തെ അങ്ങ് പൊക്കി പിടിച്ചോണ്ട് നടന്നിട്ടും കൈവിട്ടല്ലോ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കുക, ലോകത്തിൽ മനുഷ്യന്റെ ജീവിതത്തിൽ സാമ്പത്തിക തകർച്ച, രോഗങ്ങൾ, അപകടങ്ങൾ, മരണങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാ മനുഷ്യർക്കും ഉണ്ട്. നിങ്ങളിതെന്തോ പുതിയൊരു സംഭവം വന്ന പോലെ. അപ്പൊ ഈ ജാള്യത മറയ്ക്കാനുള്ള ഒരു വൃഥാ പരിശ്രമം ഈ ബോഡി വെച്ച് നടത്തുക. എന്താ പറയുന്നത്? ഈ കുഞ്ഞ് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഈ രോഗത്തിന്റെ ക്യാൻസർ ആയിരുന്നു. അപ്പൊ ചെവിക്കിടെ കേൾവി പോയി. അപ്പൊ ഇവര് പ്രാർത്ഥിച്ച് ആ ചെവിയുടെ കേൾവി തിരിച്ചിട്ട് 4 ആശുപത്രിയിൽ പറഞ്ഞായിരുന്നു ഈ കേൾവി തിരിച്ചു കിട്ടുകയല്ല. പക്ഷെ ഇതോ അത്ഭുതകരമായി കുഞ്ഞ് മരിക്കുന്നതിന് മുമ്പ് കേൾവി തിരിച്ചു കിട്ടി. പക്ഷെ കൊച്ചു മരിച്ചു. പിന്നെ പറയുന്നത് 20 മാസം മുമ്പാണ് ഇത് ഡയഗ്നൈസ് ചെയ്തത്. അന്ന് മരിക്കേണ്ടതായിരുന്നു. പക്ഷേ ലോകമെമ്പാടുമുള്ള ദൈവജനത്തിന്റെ പ്രാർത്ഥന നിമിത്തമായി 20 മാസം ആയുസ് നീട്ടി. ആര്? ദൈവം ആയുസ് നീട്ടി തന്നു. സോ സാഡ്. ദൈവം ഇത്ര മോശമാണ്. എന്താ ദൈവമേ അങ്ങനെ ചെയ്തേ? ഈ ഇത്രയും ആളുകൾ ലോകത്തിൽ നിന്ന് മുഴുവൻ പ്രാർത്ഥിച്ചിട്ടും 20 മാസത്തേക്കുള്ള പ്രാർത്ഥന അവിടെ എത്തിയുള്ളൂ. ഈ പ്രാർത്ഥന അവിടെ ഇങ്ങനെ ഒരു ത്രാസ വെച്ച് തൂക്കിക്കൊണ്ടിരിക്കുക. പഴയ പത്രക്കടലാസ് തൂക്കുന്ന പോലെ തൂക്കി 20 മാസത്തേക്കുള്ള എത്തിയിട്ടുണ്ട്. അപ്പം 20 മാസത്തേക്കുള്ള സംഗതി അങ്ങോട്ട് നീട്ടി. കുറെ കൂടെ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ഒരു 10 മാസം അങ്ങോട്ട് നീട്ടി കിട്ടി. അപ്പൊ ഇങ്ങനെ ദൈവത്തെ സംബന്ധിക്കുന്ന തെറ്റായ ധാരണകളും ബോധ്യങ്ങളും ഈ പെന്തക്കോസ്റ്റ് തിയോളജി ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അതിന്റെ കീഴെ കമന്റുകൾ നിങ്ങൾ കാണുന്ന 1000കണക്കിന് കമന്റുകളാണ്. ഈ 1000കണക്കിന് കമന്റുകളും ഇതിനെ പ്രോത്സാഹിപ്പിക്കും. ഓ വണ്ടർഫുൾ, എന്തോ ഒരു ഭയങ്കരം തന്നെ. ഞാൻ ഇത് കാണിക്കുന്നത്, ഇതാണ് ഈ സംഭവം. ഇത് നിങ്ങൾ കാണണം കേട്ടോ വീഡിയോ. ഇതാണ് സ്വന്തം മകന്റെ വേർപാടിൽ പിതാവിന്റെ പ്രത്യാശ നിറഞ്ഞ വാക്കുകൾ. നിങ്ങൾ ഈ വാചകം ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട വീഡിയോ കാണുക. വേറൊരാളുടെ വീഡിയോ ആണ്, ഞാനത് ഇവിടെ പ്ലേ ചെയ്യുന്നില്ല. എനിക്ക് വേണ്ട പ്ലേ ചെയ്യുന്നില്ല. നിങ്ങൾ കാണുക. അപ്പൊ ഇത് ഞാൻ പറഞ്ഞത്, ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിനിടയ്ക്കൂടെ പെന്തക്കോസ്റ്റലിസം മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ കർത്താവിന് വേണ്ടി നിൽക്കും. എന്തിന്? എവിടെ? എന്ത് നിൽക്കുമെന്ന് പറയുന്നു? പെന്തക്കോസ്തുകാർ ആദ്യം മനുഷ്യരാകും, പച്ച മനുഷ്യർ. നിങ്ങളല്ലാത്ത എന്തോ ഒന്ന് ആകാൻ നിങ്ങൾ എന്തിനാ ശ്രമിക്കുന്നത്? സിബിയോട് എനിക്ക് പറയാനുള്ള, സിബി നീ തിരിച്ച് യാക്കോബ പള്ളി പോവും, നിന്റെ പിതാക്കന്മാരുടെ കബറിടമുള്ള പള്ളി പോവും, ആ പൂർവിക പാരമ്പര്യത്തിലേക്ക് മടങ്ങ്. നീ എന്ത് കാണാൻ അവിടെ നിൽക്കുന്നത്? നീ എന്താ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്താ നീ അവിടെ ചെയ്യുന്നത്? നീ ആ മൈക്കും പിടിച്ച് മകൻ മരിച്ചു കിടക്കുന്ന എന്ത് ചെയ്യും അവിടെ? നിനക്ക് അവിടെ നിന്ന് പൊട്ടിക്കരയാൻ വരെ. അതല്ലേ അതിന്റെ ശരി. നിങ്ങൾക്കറിയത്തില്ല, ഞങ്ങൾക്ക് പുനരുത്ഥാനത്തിന്റെ പ്രത്യാശയുണ്ട്. എന്തോ തേങ്ങയുണ്ട്? ഞങ്ങൾ ദൈവജനാണ്, മനസ്സിലായി. ഞങ്ങളങ്ങനെ കരയൂല. കരയരുത്. ഞങ്ങൾ പ്രസംഗിക്കും. ബോഡി കണ്ടാൽ പ്രസംഗം വരും പെന്തക്കോസുകാർക്ക്. ഇപ്പൊ ആരാണെങ്കിലും വേണ്ടില്ല, അപ്പം ചത്താലും വേണ്ടില്ല, മകൻ ചത്താലും വേണ്ടില്ല, ഭാര്യ ചത്താലും വേണ്ടില്ല, ഇവന് പ്രസംഗിക്കണം. മനസ്സിലായില്ലേ? പ്രസംഗം രോഗമാണ്. ആര് മരിച്ചാലും കുഴപ്പമില്ല, ഞങ്ങൾ പ്രസംഗിക്കും. ഇന്നാളൊരു മാതാവ് മകന്റെ ബോഡി വെച്ച് പ്രസംഗവും ശവസംസ്കാര ശുശ്രൂഷകളൊക്കെ നേരിട്ട് നടത്തുന്നത് നമ്മൾ കണ്ടു. ഞാനത് വീഡിയോ കാണിക്കുക, ഇവിടെ ഒരു ലൈവ് ചെയ്യുകയും ചെയ്തു. പെന്തക്കോസ്തിലെ ഒരു പ്രമുഖ പ്രഭാഷകയാണ്. മകന് അസുഖം വന്ന് മരിച്ചു. അവർക്ക് വെപ്രാളം കയറി. ഞാനിതുകൊണ്ടൊന്നും പതറുകയല്ല. എന്തൊരു കഷ്ടം. അതിനേക്കാൾ ഹൃദയം തകർന്നു പോകുന്ന മറ്റൊരു കാഴ്ച ഞാൻ കണ്ടു. ഒരു പിതാവ് മരിച്ചു കിടക്കുക, പെന്തക്കോസ്തുകാരുടെയാ. വലിയ പ്രായമില്ല, ചെറുപ്പക്കാരനാണ് ഈ മരിച്ചയാള്. അയാളുടെ അധികം പ്രായമില്ലാത്ത മകനെ ഈ ബോഡിയുടെ അടുത്ത് നിർത്തി പാട്ട് പാടിക്കുകയും സാക്ഷ്യം പറയിക്കുക.
സാഡിസ്റ്റുകളായിട്ട് ഈ പെന്തക്കോസുകാര് നിന്ന് ആസ്വദിക്കുക. വളരെ വളരെ വേദന തോന്നുന്നത്. ആ പയ്യൻ അത് പിന്നെ പാട്ട് പാടി തീർക്കാൻ പോലും പറ്റുന്നില്ല. കേട്ടോ? അവന്റെ ആ മതപ്രചരണം ഉണ്ടോ? ആ പയ്യൻ, ആ കൊച്ചിറക്കം കരയാണ് അവന്റെ അപ്പം മരിച്ചെടുക്കും. കാരണം അവൻ അത്രയും തട്ടിപ്പൊന്നും അറിയത്തില്ല. ഈ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന പോലെ ആ പയ്യനെ വിളിച്ച് ഈ കോപ്രായം കാണിപ്പിക്കുക. ഇതിന്റെ കാര്യം വെച്ചാൽ ഒരു ശവസംസ്കാര ശുശ്രൂഷയില്ല, ഒരു ക്രമമില്ല, ക്രമം തെറ്റിയവരാണ്. ഇപ്പൊ നമ്മുടെ യാക്കോബക്കാരുടെ ഒരു ആൾ മരിച്ചാൽ അവർക്ക് ആ ശവസംസ്കാര ശുശ്രൂഷ ഉണ്ട്. 1-ാം ക്രമം, 2-ാം ക്രമം. ആ ക്രമം അനുസരിച്ച് അത് ചൊല്ലി ആ ശവസംസ്കാരം നടത്തുകയാണ്. ബന്ധുക്കളെ, മിത്രങ്ങളും സുഹൃത്തുക്കളും അല്ലെങ്കിൽ പിന്നെ ഇതര ബന്ധുക്കളും ഒക്കെ ആശ്വസിപ്പിക്കുകയും അവർക്ക് ആ ഫെലോഷിപ്പ് കൊടുക്കുകയും പിന്നെ കല്ലറകളിൽ പ്രാർത്ഥിക്കുകയും അങ്ങനെ അവർ ആ ദുഃഖത്തിൽ നിന്നുള്ള ആശ്വാസം ക്രമേണ മോചനം പ്രാപിക്കുകയും നോർമൽ ലൈഫിലേക്ക് മടങ്ങി. ഇതൊക്കെയാണ് ചെയ്യുന്നത്. പെന്തക്കോസ്തുകാരെന്താ ചെയ്യുന്നത്? ഞാനീ പറയുന്നത് നിങ്ങളെ കുറ്റം പറയുന്നതല്ല. ഒരു മുൻ പെന്തക്കോസ്തുകാരന്റെ നിലയ്ക്ക് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടുവരണം. നിങ്ങൾ തന്നെ ചിന്തിക്കുക, ഇതൊക്കെ ഒരു മാറ്റം വരുത്തേണ്ട നിങ്ങളുടെ ഇടങ്ങളിൽ ചിന്തിക്കുക. അല്ലാതെ ഈ പണം പിരിക്കുന്ന മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുക. എങ്ങനെ മറ്റുള്ളവനെ കളിപ്പിച്ച് അവന്റെ പൈസ മേടിക്കുക എന്നുള്ളത് മാത്രമാണ് പാസ്റ്റർമാർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഇത്രയും ആളുകളുണ്ട്. അവരെ ചതിക്കരുത്, അവരെ നല്ല വഴിക്ക് നയിക്കുക. ഈ തരത്തിലുള്ള കോപ്രായങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുക്കാതെ. വളരെ ദുഃഖകരമാണ്, വളരെ മോശം. അതിനിടയ്ക്ക് വേറൊരു ഭർത്താവ് മരിച്ചു ഭാര്യയിൽ നിന്ന് ഉയർപ്പിക്കാൻ നോക്കുക. അതും ഈ പെന്തക്കോസ്തിൽ തന്നെയാണ് നടക്കുന്നത്. ഈ മരണം എപ്പോഴും ഒരു പ്രഹേളികയാണ്, ഒരു വലിയ ചോദ്യചിഹ്നമാണ് പെന്തക്കോസ്തിൽ. ക്രിസ്ത്യാനിറ്റിയിലല്ല. കാരണം ക്രിസ്ത്യാനിറ്റി തുടങ്ങുന്നത് മരണത്തെ കൈകാര്യം ചെയ്തുകൊണ്ടാണ്. ക്രിസ്ത്യാനിറ്റി ആരംഭിക്കുന്നത് തന്നെ മരണത്തെ ഡീൽ ചെയ്തുകൊണ്ട്, അഡ്രസ് ചെയ്തുകൊണ്ടാണ്. ബാക്കി എല്ലാ കമ്മ്യൂണിറ്റിക്കും അതൊരു ചോദ്യചിഹ്നമായിരിക്കാം, അതൊരു ഫൈനൽ ക്വസ്റ്റ്യൻ ആയിരിക്കാം. പക്ഷേ ക്രിസ്ത്യാനിറ്റിയെ സംബന്ധിച്ച് ആദ്യം അഡ്രസ് ചെയ്തതാണ്. അപ്പൊ അതിൽ ക്ലാരിറ്റി ഇല്ല. അതാണ് നിങ്ങൾ ക്രിസ്ത്യൻസ് അല്ല എന്ന് ഞാൻ പറയുന്നത്. യു ആർ നോട്ട് ക്രിസ്ത്യൻ. ഈ കണ്ട കോപ്പിരാട്ടികളെല്ലാം കാണിക്കുന്ന, ഈ വെപ്രാളെല്ലാം കാണിക്കുന്നതിന്റെ കാരണം അതാണ്. എടോ താൻ പോടൂ, തനിക്കെന്തോ അറിയാവുന്നേ, പിന്മാറിപ്പോയവനെ പെന്തക്കോസ്തിന്ന് ഞാൻ ചുമ്മാ താടി മുടി നീട്ടി ഇവിടെ വന്നിരുന്ന് കുന്തം പറഞ്ഞിട്ടുണ്ട്. ഇല്ല, ഇതല്ലേ നിങ്ങൾക്ക് എന്നോട് പറയാൻ ആഗ്രഹമുള്ള? ഈ കമന്റിൽ എഴുതുന്ന വാചകം ഞാൻ പറഞ്ഞു. ഞങ്ങൾ പ്രത്യാശയുള്ളവരാണ്, ഞങ്ങൾക്ക് വിശ്വാസമുള്ളവരാണ്, ഞങ്ങൾക്ക് ധൈര്യമുള്ളവരാണ്. അതുകൊണ്ട് ഓഹോ, വിശ്വാസത്തിന്റെ നായകൻ ആരാ നിങ്ങൾക്കറിയാവോ? വിശ്വാസത്തിന്റെ നായകൻ യേശു തമ്പുരാനല്ലേ? യേശു കർത്താവിനെത്തോളം വിശ്വാസമുള്ളവർ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? യേശു തമ്പുരാന് പ്രിയപ്പെട്ട ലാസർ മരിച്ചു. അപ്പൊ ലാസർ മരിച്ചു എന്നുള്ള വാർത്ത കർത്താവിന്റെ അടുക്കൽ വന്നപ്പോ കർത്താവിന്റെ പ്രതികരണം എന്താണെന്നറിയോ? ഇത് പറഞ്ഞിട്ട് അവൻ, നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു, എങ്കിലും ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു എന്ന് അവരോട് പറഞ്ഞു. കർത്താവിന്റെ വിശ്വാസമാണത്, പ്രത്യാശയാണ്. ആ ശിഷ്യന്മാർ ഓർത്തു ഇത് ചിലപ്പോ ഉറങ്ങുക എന്തായിരിക്കും. കർത്താവ് പറഞ്ഞു, സ്പഷ്ടമായി പറഞ്ഞു. അപ്പോൾ യേശു സ്പഷ്ടമായി അവരോട്, ലാസർ മരിച്ചുപോയി, ഞാൻ അവിടെ ഇല്ലാത്തതുകൊണ്ട് നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു, നിങ്ങൾ വിശ്വസിപ്പാൻ ഇടയാകുമല്ലോ, എന്നാൽ നാം അവന്റെ അടുക്കൽ പോക എന്ന് പറഞ്ഞു. വളരെ വ്യക്തമായിട്ട് യേശു കർത്താവ് പറയുകയാണ്, വളരെ വ്യക്തമായിട്ട് യേശു പറയാണ്, ഞാൻ അവനെ ഉയർപ്പിക്കാൻ വേണ്ടി പോവാണ്.
നമ്മുടെ സഹോദരൻ, നമ്മുടെ സ്നേഹിതനായ ലാസർ മരിച്ചു, ഞാൻ അവനെ ഉയർപ്പിക്കാൻ വേണ്ടി പോവാണ്. വളരെ കറക്റ്റായിട്ട് യേശു കർത്താവ് അത് പ്രഖ്യാപിച്ചു. ഞാൻ അവനെ ഉയർപ്പിക്കാൻ പോവാണ്. അവനെ വെച്ചത് എവിടെ എന്ന് ചോദിച്ചു. കർത്താവേ വന്ന് കാണുക എന്ന് അവർ അവനോട് പറഞ്ഞു. അപ്പൊ യേശു അവിടെ ചെന്ന് അവരോട് ചോദിച്ചു, ഈ ലാസറിനെ എവിടെയാണ് അടക്കിയിരിക്കുന്നത്? ഷോമി. അവരാ ലാസറിന്റെ കല്ലറക്കിലേക്ക് യേശുവിനെ കൊണ്ടുപോയി. യേശു കണ്ണുനീർ വാർത്തു. യോഹന്നാൻ 11:35. ഇതാണ് ബൈബിളിലെ ഏറ്റവും ചെറിയ വാക്യം. ജീസസ് വെപ്റ്റ്. ദ സ്മോളസ്റ്റ് വേഴ്സ് ഇൻ ദ ഹോൾ ബൈബിൾ. അതേ ഉള്ളൂ, ആ ചെറിയ ഒറ്റ അത്രയുള്ള ആ വാക്യം. യേശു കണ്ണുനീർ വാർത്തു. യേശു കരഞ്ഞു. മലയാളത്തിൽ അത് വാർത്തെന്നൊക്കെ എഴുതി മൂന്ന് വാക്കാക്കിയിട്ടുണ്ട്. 2 വാക്കേ ഉള്ളൂ. ജീസസ് വെപ്റ്റ്, യേശു കരഞ്ഞു, അത്രേ ഉള്ളൂ. യേശു എന്ത് ചെയ്യാൻ പോവാ? വിത്തിൻ ഫ്യൂ മിനിറ്റ്സ് ലാസർ ഉയർക്കാൻ പോവാ. ലാസറിനെ യേശു ഉയർപ്പിക്കാൻ പോവാ. ഇപ്പോഴത്തെ പെന്തക്കോസുകാരായ കല്ലറയ്ക്ക് നിന്ന് മസിലൊക്കെ ഇങ്ങനെ കാണിച്ചേനെ. ഈ ശവത്തിന്റെ അടുത്ത് നിന്ന് പെന്തക്കോസുകാരാണിക്കുന്ന കോപ്രായം കണ്ടില്ലേ? ഞങ്ങൾ അവനെ കാണും, ശോഭിതപുരിയിൽ കാണും, ആ ദിവസം ഞങ്ങൾ കാണും, ഞങ്ങളെ ഇതുകൊണ്ടൊന്നും തോപ്പിക്കാൻ പറ്റുന്നോ? ഇവര് ക്രിസ്ത്യാനികളല്ല, കാരണം യേശുവുമായിട്ട് ഇവർക്ക് ബന്ധമില്ല. മിനിറ്റുകൾക്കുള്ളിൽ ലാസർ ഉയർക്കുമെന്ന് അറിഞ്ഞിട്ട് പോലും ആ കല്ലറയുടെ മുമ്പിൽ നിന്ന് കരഞ്ഞ കർത്താവാണ് ഒരു ക്രിസ്ത്യാനിയുടെ മാതൃക. സ്നേഹമുള്ളിടത്ത് കണ്ണുനീരുണ്ട്. അത് തമ്മിൽ കാണുമ്പോഴും വരും, പിരിയുമ്പോഴും വരും. എയർപോർട്ടിലൊക്കെ പോയി നോക്കിയാൽ മതിയല്ലോ, കണ്ണുനീര് കാണാൻ പറ്റും. സ്നേഹമുള്ളവർ തമ്മിൽ അറൈവലിലും കണ്ണുനീരുണ്ട്, ഡിപ്പാർച്ചറിലും കണ്ണുനീരുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. ആ എയർപോർട്ടിൽ അറൈവൽസിൽ നിന്ന് കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവർ വരുമ്പോൾ കണ്ണുനീര് കാണാം. പോകുന്നിടത്തുകൊണ്ട് സ്നേഹം. മതഭ്രാന്തുണ്ടെങ്കിൽ ഇല്ല കേട്ടോ. മതഭ്രാന്ത് വന്നു കഴിയുമ്പോൾ മനസ്സ് കഠിനമായി പോവാ. അപ്പൊ ഈ പരിപാടി ഏതാണ്? ഈ ഹൃദയം കഠിനമാക്കട്ടെ. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഒരു പ്രിയപ്പെട്ട ആള് മരിക്കുമ്പോൾ അവിടെ കരയുന്നത് ബലഹീനതയോ നാണക്കേടോ അല്ല, കരയണം. യേശുമ്പുരാൻ സകലത്തിലും നമുക്ക് മാതൃക വെച്ചേച്ചു പോയി. ലാസർ ഉയർക്കുമെന്നും ഉയർപ്പിക്കാൻ പറ്റുമെന്നും മിനിറ്റുകൾക്ക് അവൻ ഉയർക്കാൻ പോവാന്നും അറിഞ്ഞിട്ടും യേശു കരഞ്ഞു. അതാണ് സ്നേഹം. ഇവിടെ കരഞ്ഞാൽ നാണക്കേടാ, മറ്റുള്ളവർ എന്ത് കരുതും? അതിനുവേണ്ടി എന്ത് ചെയ്യാണ്? പ്രസംഗിച്ച് മറിക്കുകയാണ്, തള്ളി മറിക്കുക എന്ന് പറയും. അതിനിടെ പറയുന്നുണ്ട്, ഈ പറഞ്ഞ ഈ സിബിച്ചന്റെ സാക്ഷ്യത്തിനകത്ത് സിബിച്ചൻ പറയുന്നുണ്ട്, ഇങ്ങനെ കൊച്ചിന് മരിക്കാൻ നേരത്ത് ചെവിക്ക് കേൾവി പോയായിരുന്നു, പക്ഷെ ഇടയ്ക്ക് ഞങ്ങൾ പ്രാർത്ഥിച്ച് ആ കേൾവിയൊക്കെ തിരിച്ചു കൊണ്ടുവന്നായിരുന്നു. കർത്താവിന് സ്തോത്രം. എന്നിട്ട് അവിടെ ഇരിക്കുന്ന ആളുകളെ കൊണ്ട് കൈ പൊക്കി സ്തോത്രം ചെയ്യിക്കുന്നുണ്ട്. എല്ലാവരും കൈ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ, ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ച് ചെവി കേട്ടു, കർത്താവ് അത്ഭുതവാൻ. ശരിയാ, കർത്താവേ അത്ഭുതവാനാണ്. കൊച്ചു മരിച്ചു കിടക്കുക. യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുക. ഇപ്പൊ ലാസർ മരിച്ചു. യേശുതമ്പുരാൻ ആ കല്ലറയ്ക്കൽ നിന്ന് കരയുകയാണ്. ഇപ്പൊ യേശുതമ്പുരാനെ സംബന്ധിച്ചറിയാം, മിനിറ്റുകൾക്കകം താൻ ഈ ലാസറെ ഉയർപ്പിക്കും. അത്രയും വലിയ അറിവൊന്നും പെന്തക്കോസുകാർക്കില്ലല്ലോ. അത്രയും വലിയ കോൺഫിഡൻസ് ഒന്നും പെന്തക്കോസുകാർക്കില്ലല്ലോ. അത്രയും വലിയ ഫെയ്ത്ത് ഒന്നും പെന്തക്കോസുകാർക്കില്ലല്ലോ. അത്രയും മഹത്വകരമായ ഹോപ്പൊന്നും ഇവർക്കില്ലല്ലോ. അത്രയും വലിയ ഹോപ്പൊന്നും പെന്തക്കോസുകാർക്കില്ലല്ലോ. ഇത്രയും വലിയ. അപ്പൊ യേശു തമ്പുരാൻ ഞാൻ അവനെ ഉണർത്താൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. ആ കല്ലറയുടെ വാതക്കൊന്ന് വേണം ഷോ ഓഫ് ഒക്കെ കാണിക്കാം. നമ്മൾ ഈ മജീഷ്യന്മാരൊക്കെ കാണിക്കത്തില്ലേ? മാജിക്കിനേക്കാളും ഭയങ്കര അവരുടെ ഷോകളാണ് അല്ലേ? തൂവാല അങ്ങോട്ട് വെക്കുന്നു, വടി വെച്ച് കറക്കുന്നു, തൊപ്പി ഊരുന്നു,
അതിനിടെ ഇങ്ങനെ വാചകങ്ങൾ അടിക്കുന്നു. എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവിനെ ഞാൻ ആരാധന നീയൊക്കെ വിചാരിച്ച് എന്നൊക്കെ വിചാരിച്ച് വേണമെങ്കിൽ ഇങ്ങനെ ഓരോന്നിങ്ങനെ കാണിക്കാം. പക്ഷെ അതൊന്നും കർത്താവ് ചെയ്യുന്നില്ല. കർത്താവ് അതൊന്നും ചെയ്യാതെ കർത്താവ് അതൊന്നും ചെയ്യുന്നില്ല. കർത്താവ് പറയുന്നത് അവിടെ കർത്താവിന്റെ കല്ലറയ്ക്ക് കരയുകയാണ്. കർത്താവിന്റെ കല്ലറയ്ക്കൽ കരഞ്ഞ് വേറൊന്നും പറയുന്നില്ല. യേശു കണ്ണുനീർ വാർത്തു, അല്ലെങ്കിൽ യേശു കരഞ്ഞു. ജീസസ് വെപ്റ്റ്. യോഹന്നാൻ 11:35. അവന്റെ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ അവൻ നമുക്ക് ഒരു മാതൃക വെച്ചേച്ചു പോയി. പ്രിയപ്പെട്ടവർ മരിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നുള്ളതിലും കർത്താവ് മാതൃക വെച്ചു. എല്ലാത്തിലും ബൈബിളിലുണ്ടോ എന്ന് ചോദിക്കുന്ന പെന്തക്കോസ്തുകാർ, യേശുവിന്റെ മാതൃക ചോദിക്കുന്ന പെന്തക്കോസ്ത്, ഇതൊക്കെ ചുമ്മാ പറയുന്നതാണ്. നിങ്ങൾ എന്തിനാണ് ജാളിതപ്പെടുന്നത്? പ്രിയപ്പെട്ടവർ മരിക്കുമ്പോൾ മനുഷ്യനെ പോലെ അവിടുന്ന് ആ കല്ലറയ്ക്കൽ കരഞ്ഞു. കരയുന്നത് ക്രിസ്തീയമല്ലാഴിക വരുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് എന്തോ പെട്ടെന്നൊരു ഡിഫൻസ് മെക്കാനിസം അങ്ങ് വർക്ക് ചെയ്യുകയാണ്. എന്തോ ഒരു ജാള്യത, എന്തോ ഒരു പോരായ്മ, എന്തോ ഒരു കുറവ് സംഭവിച്ച പോലെ. അപ്പൊ പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ അത്ഭുതം നടന്നു. 11 കൊല്ലം മുമ്പ് ഈ കുഞ്ഞ് ജനിച്ച സമയത്ത്, ആ പ്രസവത്തിന്റെ സമയത്ത് വലിയ അത്ഭുതം സംഭവിച്ചായിരുന്നു. അങ്ങനെ ഞാൻ പെന്തക്കോസ്തായ ഭയങ്കര അത്ഭുതം. അത് കഴിഞ്ഞ് പിന്നെ പല അത്ഭുതം നടന്നായിരുന്നു. പിന്നെ ആശുപത്രി കൊണ്ടുപോയപ്പോൾ അത്ഭുതം നടന്നായിരുന്നു. പിന്നെ ഈ ശവടക്കിന്റെ സമയത്ത് നോക്കൂ, മഴ മാറി നിൽക്കുന്ന കണ്ടില്ലേ? അതിശയല്ലേ? പെന്തക്കോസ്തുകാർ സ്ഥിരം പറയുന്ന ഈ കേസല്ല ഞാൻ പറയുന്നത്, പൊതുവായിട്ട്. ഒരിക്കലും ഒരു 22 വയസ്സുള്ള പെൺകുട്ടി ക്യാൻസർ ആയിട്ട് മരിച്ചു. ആ അടക്കത്തിന് ഞാൻ പോയി. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം എന്നോട് അവർ പറഞ്ഞു എന്നെ പ്രസംഗിക്കണമെന്ന്. ഞാൻ പ്രസംഗിക്കുന്നില്ല. കാരണം ആ വീടുമായിട്ട് എനിക്ക് നല്ല ബന്ധമുള്ളതാണ്. ഈ പെൺകുട്ടിയുടെ ആങ്ങള എന്നോട് ഈ പെങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് അവിടെ പോകാനൊന്നും പറ്റിയില്ല. അപ്പം ഞാനവിടെ ചെല്ലുന്നത് ഈ രോഗമാണ്, ഇവിടെ പ്രാർത്ഥിക്കാൻ വരണമെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് പോകാൻ പറ്റിയില്ല. ഞാൻ ആ ഫ്യൂണറിന്റെ സമയത്താണ് ചെല്ലുന്നത്. അപ്പോൾ എന്നോട് അവർ പറഞ്ഞൊരു പ്രസംഗിക്കണം എന്നൊക്കെ അവിടെയുള്ള പറഞ്ഞാൽ ഞാൻ പ്രസംഗിക്കുന്നൊന്നുമില്ല. കാരണം വളരെ ദുഃഖകരമാണ്. കാരണം ആ പിന്നെ പയ്യനെ എനിക്കറിയാം, ഈ മരിച്ച പെങ്കൊച്ചിന്റെ ആങ്ങള എന്നെ കണ്ടിട്ടുള്ള നേരത്തെ യോഗങ്ങളിലൊക്കെ ചൊക്കെ. അപ്പൊ ഈ പെങ്കൊച്ചിനെ എനിക്കറിയത്തില്ല. പക്ഷെ അവന്റെ പെങ്ങൾ മരിച്ചല്ലോ, 22 വയസ്സുള്ളൂ. പ്രാർത്ഥനകൾ വിഫലമായി. അപ്പൊ അവിടെ നിന്ന് പാസ്റ്റർമാര് ഭയങ്കര പ്രസംഗമാണ്. നോക്കൂ, കാലാവസ്ഥ അനുകൂലമായിരിക്കുന്നു, ദൈവം ഭയങ്കര അത്ഭുതം ചെയ്തിരിക്കുകയാണ്. തള്ളിമറിക്കൽസ് എന്തിനാണ്? 22 വയസ്സുള്ള അവരുടെ മകള് മരിച്ചുപോയി. ഇവന്മാർ പ്രാർത്ഥിച്ചിട്ടൊന്നും രക്ഷപ്പെട്ടൊന്നുമില്ല. ഞാനും വന്ന് പെന്തക്കോസ്തിലാണ്, പാസ്റ്ററാണ്. എനിക്ക് നിർഭാഗ്യവശാൽ അവിടെ നേരത്തെ പ്രാർത്ഥിക്കാനൊന്നും പറ്റിയില്ല. മരിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ചെന്ന, ഞാൻ പ്രസംഗിച്ചില്ല കേട്ടോ. കാരണം കാലാവസ്ഥ അത്ഭുതമായെന്ന് പ്രസംഗിക്കേണ്ട കാര്യമില്ല. അവിടെ പിന്നെ ഒന്നും മറിക്കാനില്ല. മനുഷ്യന്റെ നിസ്സഹായതയാണ്, ഹെൽപ്ലെസ്നെസ്. വി ആർ ഹെൽപ്ലെസ്. അപ്പൊ ദൈവത്തിന്റെ കരുണയാണ്. ആ കരുണയ്ക്ക് നമുക്ക് ആ കുടുംബത്തെ ഫലമേൽപ്പിക്കാം. പിന്നെ വാങ്ങിപ്പോയ അല്ലെങ്കിൽ ഈ വേർപെട്ട ഈ വ്യക്തിയുടെ ആത്മാവ്, അതിനെപ്പറ്റി പെന്തക്കോസ്തുകാർക്ക് ഒരു ചിന്തയില്ല കേട്ടോ. ഒരു ശവസംസ്കാര ശുശ്രൂഷയിലും ഈ വാങ്ങിപ്പോയ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തില്ല. പിന്നെ എന്താ പ്രാർത്ഥിക്കാൻ? തീർന്നു. ഈ പെന്തക്കോസ്തുകാര്, ഞാൻ പെന്തക്കോസ്തുകാരെന്ന് പറയുന്നത് മനഃപൂർവ്വമാണ്, അല്ലാതെ നിങ്ങൾ കളിയാക്കാല്ല. അവരുടെ പ്രസംഗങ്ങൾ യൂട്യൂബിൽ കിടപ്പുണ്ട്, നിങ്ങളതെല്ലാം കേക്ക്. കൊല വെട്ടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ വാഴയ്ക്ക് എന്ത് പ്രസക്തി, പിണ്ടിക്ക് എന്ത് പ്രസക്തി? വാഴപ്പിണ്ടി. ഞാൻ ഉദാഹരണത്തെ ചോദ്യം ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. വാഴപ്പിണ്ടി കൊണ്ട് നീരുണ്ടാക്കുക അങ്ങനത്തെ ഇതൊന്നുമില്ല, അതൊന്നും അങ്ങനെ. അവർ പറയുന്ന ഉദാഹരണത്തെ ആ മുഖവിലേക്ക് എടുക്കുകയാണ്. അപ്പോൾ കൊല വെട്ടിയ വാഴ പോലെ എല്ലാം കഴിഞ്ഞു. എന്നാൽ ദശാംശം കിട്ടാനുള്ളത് കിട്ടി, സ്തോത്രാഴ്ച മേടിക്കാനുള്ളത് മേടിച്ചു, ഇവനെ ഉപയോഗിക്കാവുന്നത്തോളം ഉപയോഗിച്ചു, ഇവനെ കൊണ്ട് പരസ്യത്തിൽ പാട്ട് പാടിച്ചു, സാക്ഷ്യം പറയിച്ചു, വീട് വിസിറ്റിങ്ങിന് വിട്ടു, പിന്നെ യോഗം നടക്കും, സ്പീക്കർ ബോക്സ് വെക്കാനും കെട്ടാനും എല്ലാത്തിനും ഇവനെ മാക്സിമം ചൂഷണം ചെയ്യാവുന്നത്തോളം ചൂഷണം ചെയ്തു, ഉപയോഗിക്കാവുന്നത്തോളം ഉപയോഗിച്ചു. കൊലയെല്ലാം വെട്ടിയെടുത്തു. വേണ്ടി മരിച്ചയാള്
പരേതരെ വാഴപ്പിണ്ടിയായിട്ടാണ് പെന്തക്കോസ്തുകാർ പറയുന്നത്. കൊലയൊക്കെ നമ്മൾ വെട്ടിയെടുത്തടാ, ഇനിയിപ്പോ പിണ്ടി പോട്ടെ. ഇതാണ് എത്ര മോശമാണെന്നറിയും. ലോകത്തൊരു സംസ്കാരത്തിലും അങ്ങനെയില്ല. പുരാതന സംസ്കാരങ്ങളിലൊക്കെ നഗരങ്ങൾ പണിയുന്നത് അസ്ഥികളുടെ അടിത്തറയില്ല. അത് നിങ്ങൾക്കറിയാം. ഒരു നഗരം നിർമ്മിക്കുമ്പോൾ അവരുടെ പൂർവ്വവാസ സ്ഥലങ്ങളിൽ നിന്ന്, ഇടങ്ങളിൽ നിന്ന് അവർ അസ്ഥികളെ ശേഖരിച്ചു കൊണ്ടുവരും. നഗര ചത്വരം എന്നല്ലേ പറയുന്നത്, സിറ്റി സെന്റർ. ആ സിറ്റി സെന്ററിൽ തന്നെ ഈ പൂർവികരുടെ അസ്ഥികളെ സംസ്കരിക്കും. അതിനെ ചുറ്റിപ്പറ്റിയാണ് അവരുടെ നഗരങ്ങൾ പണിയുന്നത്. അതാണ് സാംസ്കാരികത, പുരാതന നാഗരികതയെക്കുറിച്ച്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ യോസഫിന്റെ അസ്ഥികളുമായിട്ട് ഇസ്രായേൽ മക്കൾ പോകുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ യോസഫ് പറഞ്ഞ എൻ്റെ അസ്ഥിയും കൂടെ കൊണ്ടുപോക്കണം, കാരണം നിങ്ങൾ എവിടെ ചെന്ന് പണിയുന്നു അവിടെ, അതിന്റെ നടുക്ക്. എത്ര വർഷമല്ലേ? 400 വർഷം, 4 നൂറ്റാണ്ട് മുമ്പ് മരിച്ച ആളുകളുടെ അസ്ഥിയൊക്കെ ചുമന്നുകൊണ്ട് പോവുക. യോസഫിന്റെ അസ്ഥി മാത്രമല്ല, അവർക്ക് കൊണ്ടുപോകുന്നത്തോളം ആളുകളുടെ അസ്ഥി അവർ കൊണ്ടുപോയി. നിങ്ങൾ ഓർക്കുന്ന യോസഫിന്റെ അസ്ഥി മാത്രമാണ് അവർ കൊണ്ടുപോയെന്നോ? അല്ല. അയ്യോ, നമ്മുടെ അന്നമ്മയമ്മാമയുടെ, നമ്മുടെ കുഞ്ഞുഞ്ഞമ്മാമയുടെ, നമ്മുടെ ചെറിയാച്ചായന്റെ, നമ്മുടെ കറിയാച്ചായന്റെ, അന്ത്രോച്ചായന്റെ, വീലിപ്പോച്ചായന്റെ ഒക്കെ കല്ലറ തുറന്ന് അവരെ അസ്ഥികളെല്ലാം പെറുക്കി ഇസ്രായേൽ മക്കളെല്ലാം കൊണ്ടുപോയി. അതാണ് ആ പാരമ്പര്യം, അതാണ് പൂർവികരുമായിട്ടുള്ള ബന്ധം. പൂർവികരുമായിട്ട് ബന്ധമില്ല, കണക്ടിവിറ്റി ഇല്ല, ആ ബന്ധമില്ലാതെയാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ പരിപാടികളൊക്കെ നടത്തേണ്ടി വരും. വെപ്രാളമല്ല ഉണ്ടാകുന്നത്. ഇവിടെ തന്റെ പൂർവികരോട് ചേർന്നു, അതാണ് പൂർവികരോട് ചേർന്നു. ആ ഒരു കോൺസെപ്റ്റാണ്, തന്റെ പൂർവികരോട് അവർ ചേർന്നിരിക്കുന്നു. നമ്മൾ പറയുന്നത് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു തമ്പുരാൻ താൻ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി ഇന്നതാണെന്ന് അറിഞ്ഞിരുന്നിട്ടും മിനിറ്റുകൾക്കകം ലാസർ ജീവനോടെ എഴുന്നേറ്റ് വരാൻ പോവാന്ന് അറിഞ്ഞിട്ട് പോലും ആ കല്ലറക്കൽ കരഞ്ഞെങ്കിൽ ഈ ലോക ജീവിതത്തിൽ ഇനി ഒരിക്കലും ഈ ആളെ കാണുന്നില്ല എന്ന ബോധ്യമുണ്ടായിട്ട് പോലും ഒന്ന് കരയാൻ പോലും പറ്റാത്ത വിധം നിങ്ങളുടെ മനസാക്ഷിയെ മരവിപ്പിച്ച ഈ മതം, മനസ്സിലായോ? മനുഷ്യന്റെ മനസ്സിനെ കല്ലാക്കി മാറ്റുന്ന മതം തീവ്രവാദ മതമാണ്. പെന്തക്കോസ്റ്റൽ തീവ്രവാദമാണ്. ഇപ്പൊ ഐസിസ് പോലെയുള്ള ഇസ്ലാമിക് ഭീകരവാദ സംഘടനകൾ, അവർ കൊല്ലപ്പെടുന്നതിൽ അവർക്കില്ല. അവർ സിനിമയൊക്കെ നമ്മൾ കണ്ടിട്ടില്ല. അവർ പിന്നെ പ്രതിജ്ഞ ചെയ്യുകയാണ്, ഇതിന് നമ്മൾ പ്രതികാരം ചെയ്യും ഈ രക്തത്തിൽ. അവരവരുടെ സംഘടനയുടെ പോരാട്ട വീര്യത്തിനോട് ഇത് ആഡ് ചെയ്യുക. കണ്ണൂര് ഈ പാർട്ടിക്കാരുടെ കൊലപാതകം നടക്കുമ്പം കരച്ചിലിനേക്കാളും അവർക്ക് പ്രാധാന്യം പാർട്ടി വളർത്തുന്നില്ല. ഓരോ ശവവും മുതലെടുപ്പാവുകയാണ്. ഓരോ രക്തസാക്ഷി മരണങ്ങളിൽ നിന്ന് അവർ ഘോഷിക്കുന്ന കൊലപാതകങ്ങളും മരണവും അവരുടെ പ്രസ്ഥാനത്തിന്റെ വളക്കൂറാക്കി മാറ്റുകയാണ്. അതേ ശൈലിയാണ് ഇപ്പൊ ഇസ്ലാമിക ഭീകര സംഘടനകളുടെയോ കേരളത്തിലെ മിലിറ്റന്റ് ഗ്രൂപ്പുകളുടെയോ ഒക്കെ സ്വഭാവം. അത് ക്രിസ്ത്യാനിറ്റി അല്ല, ക്രിസ്ത്യാനിറ്റി മനുഷ്യത്വമാണ്. അതാണ് താൻ ഉയർപ്പിക്കാൻ പോകാന്ന് അറിഞ്ഞിട്ട് പോലും ആ കല്ലറക്കൽ നിന്ന് യേശു കരഞ്ഞ എന്തിനാണ്? നമുക്കൊരു മാതൃകയായിട്ട് തരാൻ. മനുഷ്യനാവുക. ഇത് മനുഷ്യത്വം മരവിപ്പിക്കുന്ന മതഭ്രാന്ത് നിങ്ങളെ ബാധിച്ചിരിക്കുന്നു. ഈ മതഭ്രാന്ത് ഇപ്പൊ ഓർത്തഡോക്സുകാരെ ബാധിച്ചിട്ടുണ്ട്, യാക്കോബക്കാരെ ബാധിച്ചിട്ടുണ്ട്, മാർത്തോമക്കാരെ പണ്ടേ ഗ്രസിച്ചു. ഇപ്പൊ റീസെന്റ് ഓർത്തഡോക്സുകാരുടെ ഒരു ശവടക്കൽ ഈ കലാപരിപാടി കണ്ടു. ശവത്തിന്റെ അടുത്ത് നിന്നുള്ള പ്രസംഗം ഭയങ്കരമാണ്, ഞങ്ങളാണ്, ഞങ്ങൾക്ക് കോപ്പാണ് എന്നൊക്കെ പറയാം. എനിക്കറിയത്തില്ല. എൻ്റെ അമ്മ മരിച്ചപ്പോൾ നാട്ടിൽ പോയി.
2 ദിവസമായിട്ടാണ് അവിടെ ശവസംസ്കാര ശുശ്രൂഷയൊക്കെ നടന്നത്. ധാരാളം ആളുകൾ വന്നു പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് ഞങ്ങൾ യാക്കോബായ സഭയുടെ ക്രമം അനുസരിച്ച് ആ ശവം സംസ്കരിച്ചു. എനിക്ക് വേണേൽ അവിടെ ഒരു പ്രസംഗം പറയാൻ പറ്റും. അതെന്ത് വൃത്തികേടാണത്. അതന്നെ വൃത്തികേടാ. എടാ അത് വൃത്തികേടാ. അത് നീ ആദ്യം വൃത്തികേട് എന്താന്ന് മനസ്സിലാക്കുക. അവിടെ വെച്ച് പ്രസംഗിക്കുകയാണ്. ബൈബിളിൽ തന്നെ വാക്യമില്ല. വാക്യങ്ങളൊക്കെ എടുത്തു വെച്ച് ഘോരം. ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് വന്നൊരു പ്രവണതയാണ്. ഞാൻ പറഞ്ഞത് അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ യേശു തമ്പുരാൻ കാണിച്ച മാതൃക. എടാ നീ ഉയർപ്പിക്കുക. ഈ പ്രസംഗം കഴിയുമ്പോൾ ഉയർപ്പിക്കുകയും കൂടെ ചെയ്യ്. എന്നാ കുഴപ്പമെന്നാ? നീ വലിയ വിശ്വാസിയല്ലേ? മകനെ എഴുന്നേറ്റ് വാ. എനിക്ക് പറ്റുന്നില്ല. ഇപ്പൊ ഹെൽപ്ലെസ്നെസ്, നിസ്സഹായത നീ എന്ത് അക്നോളജ് ചെയ്യണം. നിസ്സഹായത അക്നോളജ് ചെയ്യുമ്പോൾ കരയുകയാണ്. അതാണ് മനുഷ്യൻ. ഒരു മനുഷ്യനാവുക മിനിമം. പെന്തക്കോസ്തും ദൈവവൈതലും ഒക്കെ നമുക്ക് പിന്നെ ആകാം. വേർപെട്ടവൻ, വിശുദ്ധൻ, പെന്തക്കോസുകാരൻ, ഇതൊക്കെ നമുക്ക് പിന്നെ ആകാമല്ലോ. പക്ഷെ ആദ്യം അടിസ്ഥാനപരമായി നീ ഒരു മനുഷ്യനാകണം. എപ്പോൾ നീ മനുഷ്യനല്ലാതെ ആകുന്നോ, നീ ഉൾപ്പെട്ടിരിക്കുന്ന ആ സംഘടന ദോഷം ചെയ്യുന്ന വിട്ടുമാറണം. അപ്പൊ മനുഷ്യനെ മനുഷ്യനല്ലാതെ ആക്കി മാറ്റുന്ന ഒരു പരിപാടിയാണ് നടക്കുന്നതെങ്കിൽ അവിടുന്ന് ലീവ് ചെയ്യണം. ഞാനിപ്പോ പറയുന്ന പെന്തക്കോസുകാരുടെ കൂടിയാ. പെന്തക്കോസിൽ എനിക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ട്, പാസ്റ്റേഴ്സ് ഫ്രണ്ട്സ് ആയിട്ടുണ്ട്. അപ്പം ഇത് കേൾക്കുന്ന ആളുകൾ എന്നെ വിളിക്കാറുണ്ട്. അവര് ഞങ്ങളെ പറ്റി അങ്ങനെ മോശം പറഞ്ഞു എന്തിനാ, നേരിട്ട് എന്നെ വിളിച്ച് പരാതി പറയുന്ന പാസ്റ്റർമാരുണ്ട്. ഇന്നലത്തെ ലൈവ് ശരിയായില്ല, ഇന്ന പോലെ പറഞ്ഞില്ലെന്ന് ചോദിക്കുന്നവർ ഇപ്പോഴും ഉണ്ട്. ഓക്കെ, ഞാൻ അവരെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവരോട് പറയുകയാണ്. ചുമ്മാ ചീത്ത വിളിച്ച് നടക്കുന്ന പെന്തക്കോസുകാരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഗൗരവമായിട്ട് ഇപ്പോഴും എന്നെ കേൾക്കുന്ന പെന്തക്കോസുകാരുണ്ട്. അവരോട് ഞാൻ പറയും, നിങ്ങൾ തിരുത്തണ്ടേ? നിങ്ങൾ മാർഗനിർദ്ദേശം കൊടുക്കണ്ടേ? ഈ മരണത്തെയും ഈ രോഗത്തെയും ഈ അപകടത്തെയും ഈ അനർത്ഥങ്ങളെയും ഈ ദുരന്തങ്ങളെയും ഈ തകർച്ചകളെയും എല്ലാം യാഥാർത്ഥ്യ ബോധത്തോടെ ഉൾക്കൊള്ളാൻ നിങ്ങളുടെ ജനത്തെ നിങ്ങൾ ഇനി എന്നാ പരിശീലിപ്പിക്കുന്നത്? നിങ്ങൾ ഈ ഭ്രമാത്മകമായ ലോകത്തിലേക്ക്, ഒരു മായാലോകത്തിലേക്ക് ആളുകളെ കൊണ്ടുപോയി ഇതാ ഇപ്പം വരുന്നു, അതിലേ വരുന്നു, ഇതിലേ വരുന്നു, ഇല്ലാത്ത കാര്യങ്ങൾ പഴയ നിയമം എല്ലാം വായിച്ച് ഉദ്ധരിച്ച് ദൈവത്തിന്റെ വിടുതൽ വരുന്നുണ്ട്, ദൈവം അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നെല്ലാം പറഞ്ഞ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. ദൈവത്തെ സംബന്ധിക്കുന്ന തെറ്റായ ബോധ്യങ്ങൾ കൊടുത്തിരിക്കുക. അതുകൊണ്ടാണ് ജനം ഈ രീതി പ്രതികരിക്കുന്നത്. അപ്പൊ ഈ രീതിയിലുള്ള സംഭവങ്ങൾ കുറച്ചായി കഴിയുമ്പോൾ അവരുടെ വിശ്വാസം പോകും. മനസ്സിലായില്ലേ? ക്രിസ്തീയ വിശ്വാസം എന്നല്ല, ഈശ്വര വിശ്വാസം തന്നെ അവർക്ക് ഇല്ലാതെയാവും. അപ്പൊ ആളുകളെ നാസ്തികരാക്കി മാറ്റുന്ന, അടിസ്ഥാനപരമായിട്ട് നാസ്തികരാക്കി മാറ്റുന്ന ഒരു ആശയ സംവിധാനമാണ് ഇപ്പൊ പെന്തക്കോസ്ത്. അങ്ങനെ മാറിയിരിക്കുകയാണ്. ഇപ്പൊ മനുഷ്യരെ നാസ്തികവൽക്കരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളെപ്പറ്റി ഞങ്ങൾക്കുള്ള ആരോപണം. ബാലൻസ്ഡ് ആയിട്ടുള്ള വിശ്വാസവും ദൈവശാസ്ത്രവുമാണെങ്കിൽ അത് നിലനിൽക്കും. പക്ഷെ നിങ്ങൾ ഈ രീതിയിലെല്ലാം പറഞ്ഞ് പ്രോമിസ് കൊടുത്തിട്ട് ദൈവം അത്ഭുതം ചെയ്യുന്നതാണ്, അങ്ങനെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അത് പ്രവർത്തിക്കാതെ വരുമ്പോൾ ആളുകൾ എന്ത് ചെയ്യും? വിഷമം ഉണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള കോപ്പിരാട്ടുകൾ കാണിക്കാൻ അവർ നിർബന്ധിതരാകും. കുറച്ച് കഴിയുമ്പോൾ അവർ തിരിച്ചറിയും. അവർ പിന്നെ ഉപേക്ഷിക്കുന്നുണ്ടല്ലോ, എന്നേക്കുമായിട്ട് അവർ ഈശ്വര വിശ്വാസികളല്ലാതെയായി മാറും. ഇതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് യാഥാർത്ഥ്യ ബോധത്തോടെ കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ ജനങ്ങളെ നിങ്ങൾ പഠിപ്പിക്കണം. ഇനി അവന്മാര് പഠിപ്പിക്കുന്നവരെ ഒന്നും നിങ്ങൾ നോക്കി നിൽക്കേണ്ട. മുൻ സുറിയാനിക്കാരൊക്കെ അതിനകത്തുണ്ടെങ്കിൽ തിരിച്ച് അതായത് മാതൃസഭയിലോട്ട് മടങ്ങണം. ഇതാണ് എനിക്ക് ഉപദേശിക്കാനുള്ളത്. കാരണം ഇതിനകത്ത് നിന്നിട്ട് കാര്യമില്ല. തെറ്റായ ബോധ്യങ്ങളാണ് ഇവർ കൊടുത്തു വെച്ചിരിക്കുന്നത്. അപ്പൊ ആ ബോധ്യങ്ങളുടെ കാര്യം. അപ്പൊ അതുപോലെ ഇന്ന് ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു CH റൂമിൽ ഞാൻ പോയി. അപ്പൊ അവര് വളരെ ഈണത്തിലിരുന്ന് പാടുകയാണ്, നവയെരൂശലേം പാർപ്പിടം തന്നിലെ വാസമോർക്കുമ്പോൾ. ഉണ്ടോ? നവയെരൂശലേം പാർപ്പിടം വരുന്നുണ്ടെന്നും അവിടെ പോയി നമുക്ക് പാർക്കാമെന്ന് പഠിപ്പിക്കുക. ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഹോപ്പ് കൊടുക്കും. ഇപ്പൊ എനിക്ക് സങ്കടം തോന്നി. ഞാനിവിടെ ഒരു കമന്റ് എഴുതിയിട്ടാ പോകുന്നത്. എന്നാൽ ഈ പുതിയ യെരൂശലേമിലെ പാർപ്പിടം, പുതിയ യെരൂശലേമിൽ പോയി താമസിക്കാം. പുതിയ യെരൂശലേം എവിടെയാണ്? ഇത് നമ്മൾ ഓൾറെഡി പല പ്രാവശ്യം ഈ ലൈവിനകത്ത് പറഞ്ഞിട്ടുള്ള, എങ്കിലും ഒരിക്കൽ കൂടെ പറയാണ്, ഈ പുതിയ യെരൂശലേം എന്ന് പറഞ്ഞ് ഒരു സംഗതി വീണ്ടും വരുന്നു എന്ന് പറഞ്ഞ് പുതിയ യെരൂശലേം മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട്.
നിങ്ങൾക്കത് കിട്ടും എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പൊ അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ പുതിയ യെരൂശലേം എന്ന് പറയുന്നത് പഴയ യെരൂശലേം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അവിടെ 2 യെരൂശലേമിനെ കുറിച്ച് പറയുകയാണ്. അത് പൗലോസ് ശ്ലീഹായും യോഹന്നാൻ ശ്ലീഹായുമാണ് ഇതേക്കുറിച്ച് പറയുന്നത്. അത് നമ്മൾ അടിസ്ഥാനപരമായിട്ടൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ആദ്യം പൗലോസ് ശ്ലീഹ എഴുതിയിരിക്കുന്നത് ഞാൻ വായിക്കാം. ഇത് സാദൃശ്യമാകുന്നു. ഈ സ്ത്രീകൾ 2 നിയമങ്ങളത്രേ. ഒന്ന് സീനായ് മലയിൽ നിന്നുണ്ടായി അടിമകളെ പ്രസവിക്കുന്നു, അത് ഹാഗാർ എന്ന് പറഞ്ഞത് പഴയ നിയമ ന്യായപ്രമാണമാണ്. 2 സ്ത്രീകളെ കൊണ്ടുവരികയാണ്. ഒന്ന് ഹാഗാർ. ഈ ഹാഗാർ പഴയ നിയമത്തിന്റെ ഒരു പ്രതീകം. അടുത്തത് ഹാഗാർ എന്നത് അറബി ദേശത്ത് സീനായ് മലയെ കുറിക്കുന്നു. അത് ഇപ്പോഴത്തെ യെരൂശലേമിനോട് ഒക്കുന്നു. അത് തൻ്റെ മക്കളോടുകൂടെ അടിമയിലല്ലോ ഇരിക്കുന്നത്. ആൻഡ് ഈസ് ഇൻ ബോണ്ടേജ് വിത്ത് ഹെർ ചിൽഡ്രൻ. അതായത് റിട്ടേൺ ലോയെ കുറിച്ചാണ്. റിട്ടേൺ ലോ ആണ് യഹൂദന്മാർക്കുള്ളത്. അപ്പൊ അതുകൊണ്ട് അവർ അടിമകളാണ്. അത് അടിമത്വമാണ്. ഇപ്പം മോശയിക ന്യായപ്രമാണത്തിന്റെ അതേ ചുവട് പിടിച്ച് അതേ പാറ്റേണിൽ എഴുതിയാണ് ഇസ്ലാമിക് ലോ മുഹമ്മദിന്റെ. അതുകൊണ്ട് തന്നെയാണ് അതും അടിമകളാണ്. പൗലുസ്ലിയാണ് വിളിച്ച അടിമകൾ എന്ന്. പക്ഷെ അത് മുഹമ്മദൊക്കെ അത് പോസിറ്റീവായിട്ട് എടുത്തിട്ട് അവര് അല്ലാഹുവിന്റെ അടിമകളാണ് എന്നല്ലേ. മുസ്ലിം എന്ന വാക്കിന് തന്നെ അടിമ എന്നാണ് അർത്ഥം. മുസ്ലിങ്ങൾ അടിമകൾ. കാരണം യഹൂദനെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത്. ബൈബിളിൽ മുസ്ലിങ്ങളെ പറ്റി ചർച്ചയില്ല. കാരണം മുസ്ലിങ്ങളൊക്കെ പിന്നീട് വന്നാണ്. അപ്പൊ അന്ന് യഹൂദനും ക്രിസ്ത്യാനിറ്റിയുമാണ്. അതായത് ന്യായപ്രമാണം വെച്ചിരിക്കുന്നവരും കൃപയിൽ ആശ്രയിക്കുന്നവരും 2 ഗ്രൂപ്പാണ്. ഒന്ന് ജഡത്തിൽ നിന്നുള്ളതും മറ്റേ ആത്മാവിൽ നിന്നുള്ളതും. അങ്ങനെയാണ് കമ്പാരിസൺ പോകുന്നത്. അപ്പൊ ജഡീക നിയമവും ആത്മീക നിയമവും. അപ്പൊ ജഡീക നിയമം ഹാഗാർ എന്നത് അറബി ദേശത്തെ സീനായ് മലയെ കുറിക്കുന്നു. മീതെയുള്ള യെരൂശലേമോ സ്വതന്ത്രയാകുന്നു, അവൾ തന്നെ നമ്മുടെ അമ്മ. ദ ജെറുസലേം എബോവ്. ഇതാണ് നവ യെരൂശലേം, പുതിയ യെരൂശലേം, ന്യൂ ജെറുസലേം. അതിനി വരാനിരിക്കുന്നതല്ല, അതിപ്പോഴുള്ളതാ. അപ്പൊ 2 ഉണ്ട്. കൃപയിൽ ആശ്രയിക്കുന്നവരും നിയമത്തിൽ ആശ്രയിക്കുന്നവരും. ഇപ്പൊ കൃപയിൽ ആശ്രയിക്കുന്നവർ എവിടെയുണ്ടോ അതാണ് ന്യൂ ജെറുസലേം. നിയമത്തെയും ന്യായപ്രമാണത്തെയും ഹോൾഡ് ചെയ്യുന്ന, പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവരുടെ കൂട്ടം, അതിനെയാണ് ഓൾഡ് ജെറുസലേം എന്ന് പറയുന്നത്. അപ്പൊ ഓൾഡ് ജെറുസലേമും ഉണ്ട്, ന്യൂ ജെറുസലേമും ഉണ്ട്. അത് ഇനി ഒരെണ്ണം വരും എന്നാണ് ഇവർ ഈ പാടുന്നത്. അതാ ഞാൻ പറഞ്ഞത് അതിലെ വൈരുദ്ധ്യം. ഇപ്പൊ പുതിയ യെരൂശലേം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമെന്ന് പത്രോസ് ശ്ലീഹ ഇതേക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. അപ്പൊ 3 ശ്ലീഹന്മാരും പറയുന്ന ഒരു കാര്യമാണ് ഈ പ്രമേയം. പൗലോസ് ശ്ലീഹ പറയുന്നു, പത്രോസ് ശ്ലീഹ പറയുന്നു, യോഹന്നാൻ ശ്ലീഹ പറയുന്നു. 3 പേരും പറയുന്നുണ്ട് പുതിയ ആകാശം, പുതിയ ഭൂമി, പുതിയ യെരൂശലേം, നീതി വസിക്കുന്ന പുതിയ ആകാശം, പുതിയ ഭൂമി. ഇപ്പൊ ന്യായപ്രമാണത്തിൽ നീതിയില്ല. ന്യായപ്രമാണത്തിൽ നീതി അന്വേഷിച്ചവർ മുഴുവൻ എടറിപ്പോയി. എന്നാൽ കൃപയാൽ ക്രിസ്തുയേശുവിലെ വിശ്വാസത്താലുള്ള സൗജന്യ നീതി ഈ പുതിയ ആകാശത്തിൽ നിന്ന് നമുക്ക് പൊഴിയുന്നു. അപ്പൊ പുതിയ ആകാശ ഭൂമികളിൽ എന്തുണ്ട്? നീതി വസിക്കുന്നുണ്ട്. അതേത് നീതിയാണ്? ക്രിസ്തുയേശുവിലൂടെയുള്ള സൗജന്യ നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും സഭയാണ്. അത് ഇന്ന് നിലനിൽക്കുന്നതാണ്. വി ബിലോങ് ദെയർ. നമ്മുടേതാണ്. നമ്മൾ അവിടെയാണ്. നമ്മൾ അവിടെയുള്ളവരാണ്. ഇതാണ് പുതിയ യെരൂശലേം. സോ താങ്ക് യു. അതുകൊണ്ട് നമ്മൾ ഈ തരത്തിലുള്ള അബദ്ധങ്ങളിലേക്ക് പോയി ചാടാതെ കൃത്യമായ ബോധ്യങ്ങളുള്ളവരായിരിക്കുക. പുതിയ യെരൂശലേം എന്താണ്? ഇനിയിപ്പം പുതിയ യെരൂശലേം എന്താണെന്നുള്ളത് കുറെ കൂടെ വിശദമായിട്ട് നമ്മൾ അടുത്ത ദിവസം നമുക്ക് ചിന്തിക്കാം. തീ പോലെ ഇറങ്ങണമേ എന്നാണ് പാടുന്നത് പുതിയ യെരൂശലേമേ. അപ്പൊ തീ പോലെ ഇറങ്ങി വരുന്ന എന്താണ്? അതേക്കുറിച്ച് എന്താണ് പറഞ്ഞത്? തീ കൊണ്ട് സ്നാനം കഴിപ്പിക്കും. അതും കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നതാണ്. സോ താങ്ക് യു. ഈ ലൈവ് ആദ്യം ചെയ്തപ്പം ഒരു തടസ്സം വന്നിടയ്ക്ക് നിന്ന് പോയായിരുന്നു. അതിൽ ഖേദിക്കുന്നു. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലസ് യു.